എടാ ഇവനെ അനുഗ്രഹ ബാംഗ്ലൂരൊക്കെ എങ്ങനെയാടാ അവസ്ഥ? ബാംഗ്ലൂർ സെയിം അവസ്ഥ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ നട്ടുച്ചക്കാണ് കോളേജിൽ പോകുന്നത്. ഒത്തിരി നടക്കാനുണ്ടോ നിനക്ക് അവിടെ നിന്ന് കോളേജിലോട്ട്? ആ, ഒരു 10 മിനിറ്റ് നടക്കണം. 10-15 നടക്കണം. എന്നാ തീരുന്നേ? ക്ലാസ് ഒക്കെ എന്നാ തീരുന്നേ? അടുത്ത മാസം മെയ് 31 ക്ലാസ് പറഞ്ഞത്, കൺഫേം ആയിട്ടില്ല. അതിനു മുമ്പേ നമ്മുടെ കോഴ്സ് എന്തായാലും തീരും. നമുക്കെന്താ ഇനി 3-4 മൊഡ്യൂളും കൂടി ഉള്ളൂ. അതില് ഇന്നെന്തായാലും മെയിൻ മൊഡ്യൂളിലോട്ട് കയറാൻ പറ്റൂല. കാരണം ഇന്ന് ആരുമില്ല, നിങ്ങൾ 3 പേരേ ഉള്ളൂ. അഫ്നാനും നാളെ ആണെങ്കിൽ അഫ്നാനും ഉണ്ടാവും, ആഷിനും ഉണ്ടാവും, ആൽവിനും ഉണ്ടാവും. അപ്പൊ നാളെ തൊട്ട് നമ്മൾ ആറാമത്തെ മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റേഷൻ. നാളെ തൊട്ട് നമ്മൾ റിയൽ സിസ്റ്റത്തിന് അറ്റാക്ക് ചെയ്ത് കയറാൻ പോകും. എടാ നിങ്ങൾ എല്ലാവർക്കും മെറ്റാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചോ എല്ലാവരും? ഓക്കെ, അനുഗ്രഹിനായി. ഇവനെ സൻഷിത് എന്താ നിഷാമേ വീഡിയോ കിട്ടുമെന്നായിരുന്നല്ലോ. കറണ്ട് ഇല്ലായിരുന്നു. ഓക്കെ, സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അതിനകത്തായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ ആണ് നമ്മുടെ അറ്റാക്കിംഗ് മെഷീൻ. അതുകൊണ്ട് നമ്മൾ എന്തായാലും എടാ ഇപ്പൊ നിന്റെ ലാപ്ടോപ്പിൽ ചാർജ് ഉണ്ടോ സൻഷിതേ? ഒന്ന് പിന്നെയും പോയി. എടാ നിങ്ങൾക്ക് നിങ്ങളുടെ 3 പേരുടെയും ലാപ്ടോപ്പ് അടുത്തിരിപ്പുണ്ടോ? ഉണ്ട്. 87% ഉണ്ട്, ധാരാളം. എങ്കിലേ നെറ്റില്ല. അതെന്താ നെറ്റില്ലാത്ത? എടാ കാളേ ലിനക്സ് നെറ്റ് ഉപയോഗിക്കേണ്ടാത്ത സാധനമാണ്. കാളേ ലിനക്സ് നെറ്റ് വേണ്ട. അപ്പം എനിക്ക് ഫിഷിങ്ങിന് വേണോന്ന് എനിക്കറിയത്തില്ല. അത് മിക്കവാറും ഹോസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ അതിന് നെറ്റ് വേണമായിരിക്കും. സൻഷിതിന് നെറ്റ് ഉണ്ടാവുമല്ലോ, സൻഷിത് അൺലിമിറ്റഡ് അല്ലേ? സൻഷിതേ ഒന്ന് നീ സെഡ് ഫിഷർ ഒന്ന് യൂസ് ചെയ്ത് കാണിച്ച്. അനുഗ്രഹ് ഹൗന്ന സെഡ് ഫിഷർ ഹൗന്ന നീ സെഡ് ഫിഷർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ മകനെ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നേ? എടാ സൻഷിതേ, നമ്മൾ ഇന്നലെ ഞാനപ്പോ അത്രയും നേരം ഇരുന്ന് പറഞ്ഞത് എന്താ പോലെ, ഞാനിവിടെ ക്ലാസ് എടുത്തു പോവും, നിങ്ങൾ അതുപോലെ അത് ചെയ്ത് നോക്കണം എന്നല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളേ? നിങ്ങൾ എല്ലാം വിട്ടുപോകും കുറച്ച് കഴിയുമ്പോ. അത് അപ്പൊ ചെയ്തു പോയില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. എന്റെ പൊന്ന് സൻഷിതേ. അനുഗ്രഹേ നീയോ? ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ഒരു സാധനം മേടിക്കാൻ പുറത്ത് വന്നിട്ടാണ്. ഒരു 10 മിനിറ്റ് തിരിച്ചെത്തുമ്പോ ഒന്ന് പറയണേ. കാരണം ഇന്നലെ എന്നോട് ചോദിച്ച് നിങ്ങൾ പഠിക്കുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്ത് നോക്കിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചത്. അതുകൊണ്ടാ. ഇന്നിപ്പോ ആരും ഇല്ലാത്തത് കൊണ്ടും എന്നെന്തായാലും ടോപ്പിക് എടുക്കുന്നുണ്ട് ടോപ്പിക് എന്തായാലും. എന്നാലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അറിയാവോന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഡിഫൻസോ എടാ സർട്ടിഫിക്കറ്റിന്റെ കേസൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. എടാ ഡിഫൻസോയുടെ സർട്ടിഫിക്കറ്റ് എന്നല്ല, ഏതൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാലും സൈബർ സെക്യൂരിറ്റിയിൽ സർട്ടിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻസിനെ അല്ല. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല സൈബർ സെക്യൂരിറ്റിയിൽ. ക്ലിയർ ആയോ? ഒരു മിനിറ്റ്. ഹലോ, എന്താടാ കാര്യം ചോദിച്ചോ? ഓ അതാണോ? എടാ
കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഞാൻ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ശരി ശരി, ഞാൻ വിളിക്കാം. നമ്മളെന്തായാലും പറഞ്ഞുകൊണ്ടിരുന്ന സർട്ടിഫിക്കേഷൻസ്. എടാ അപ്പോൾ സർട്ടിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചില സർട്ടിഫിക്കറ്റുകളുണ്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ. സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ മാത്രമാണ്. അതായത് നമ്മുടെ കോംഷ്യ പ്ലസ്, സെക്യൂരിറ്റി പ്ലസ്, സീപെൻഡ്, സിസ്കോ, CH, അതുപോലെ അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ചില എന്താ പറയുക കൗൺസിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ. ഇതിനെയാണ് നമ്മൾ ശരിക്കും സൈബർ സെക്യൂരിറ്റിയിൽ സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നാലും ഒന്ന് ഓർത്തോളുക, അതൊക്കെ വെറുതെയാണ്. അതെന്ത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും ആയിക്കോട്ടെ, ഒക്കെ വേസ്റ്റാണ്. ഒരു സാധനം ക്ലിയർ ആയോ? സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത് ഒഫീഷ്യൽ കൗൺസിലുകളുടെ ചില കൗൺസിലുകളുടെ സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ് സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിഫൻസ് ഓയിൽ ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ? നിഷാം ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമിയിൽ 2 മാസത്തെ ഒരു ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ നിനക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ അത് വെച്ച് നിനക്ക് ഒരിക്കലും ജോലി കിട്ടൂല. സൈബർ സെക്യൂരിറ്റിയിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സ്കില്ലുണ്ടെങ്കിൽ ജോലി കയറി പോകാൻ പറ്റും. പക്ഷെ സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതുപോലത്തെ ചില സർട്ടിഫിക്കറ്റുകളാണ്. അപ്പം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾക്ക് ഇത്ര ഫീസ് വരുന്നതെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ഫീസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒഫൻസ് ഹാക്കേഴ്സ് അക്കാഡമിക്ക് അറിയത്തില്ല അവരുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന്. എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ സെക്യൂരിറ്റി പ്ലസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് കോംഷ്യയുടെ, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൈസ് ന്യായമാണ്. ഇപ്പൊ റെഡ് ടീം അക്കാഡമി കേട്ടിട്ടില്ലേ? റെഡ് ടീം അക്കാഡമി പഠിക്കാൻ പോയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല അവിടെ. എന്നാലും റെഡ് ടീം അക്കാഡമിയിൽ അവർ ഇതുപോലത്തെ സർട്ടിഫിക്കറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ CH, സിസ്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, സീപെൻഡ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ടാവണം എന്ത് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്ത് നോക്കണം അത് എന്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന്. അല്ലാതെ ഇപ്പം നമ്മുടെ ഡിഫൻസ് ഓയിലാണെങ്കിൽ പോലും നമ്മൾ ആ സർട്ടിഫിക്കറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന കൗൺസിൽസിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം പൈസ കൂടും കോഴ്സിന്റെ. അതുകൊണ്ടാണ് കോഴ്സുകൾക്കൊക്കെ പൈസ കൂടുന്നത്. സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഡിഫൻസ് എന്നല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ചോദിക്കണം. അല്ലാതെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തു പോയിട്ട് ഒരു ഉപകാരവും ഇല്ല ആ കോഴ്സും കൊണ്ട്. പക്ഷേ അതേസമയത്ത് ഡിഫൻസോടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും അവർ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെ നമ്മൾ പഠിക്കാൻ പോയാലും അവരതുപോലെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട് ഡിഫൻസോ ഇല്ല, അവരതുപോലെ പഠിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ. അത്രയും സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ റെഡ് ടീമിലോ അല്ലെങ്കിൽ മറ്റ് അക്കാഡമിയിൽ പോകുന്നവരൊന്നും അല്ല. ഡിഫൻസോയിൽ ശരിക്കും സ്കില്ല് അവർ അതുപോലെ ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഡിഫൻസോയ്ക്ക്. അവരുടെ സർട്ടിഫിക്കറ്റും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സർട്ടിഫിക്കറ്റിന്റെ പരിപാടികൾ അങ്ങനെയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, 2000 രൂപയ്ക്ക് എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനാ നിനക്ക്? ഇവിടെ CH എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ കൗൺസിലിന്റെ. 40,000 രൂപയാണ് ആ സർട്ടിഫിക്കറ്റിന്റെ പ്രൈസ്. അപ്പോൾ ആ കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ നിനക്ക് എത്ര രൂപ വേണ്ടി വരുമായിരിക്കും? 40,000 രൂപ ആ എക്സാം ഫീസാണ്. അപ്പം നീ അതിനൊരു ട്യൂഷനും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും ആ കോഴ്സിന് ഫീസ് വരിക. കാരണം 40,000 രൂപ കോഴ്സ് മറ്റേ സർട്ടിഫിക്കറ്റിന്റെ മാത്രം പൈസയാണ്. അപ്പം നീ ആലോചിച്ച് നോക്കിയാൽ മതി 1000 രൂപയ്ക്ക് എന്ത് കോഴ്സ് കിട്ടുമെന്ന്, എന്ത് സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അതാണ് വ്യത്യാസവും കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷെ ആളില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലല്ലോ ഇന്ന്. നിങ്ങൾക്കാണെങ്കിൽ ചാർജ് ഇല്ല, കറണ്ട് ഇല്ല, നെറ്റ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രാക്ടിക്കലൊന്നൊക്കെ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണമായിരുന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൻഡ് നമ്മൾ 3 ആൾക്കാരല്ലോ, അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ കാണിച്ച് ലേറ്റ് ആകാൻ എന്ത് കാണിച്ചേരെ? ടൂൾസ് യൂസ് ചെയ്ത് ടൂൾസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാടാ, ഞാൻ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും അധികം പോകാറില്ല. നമ്മള് കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ.
അല്ലാതെ വേറെ പരിപാടിക്കൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ പോകാൻ നിൽക്കാറുമില്ല അധികം. വെറുതെ എന്തിനാ? നീ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മാത്രമല്ല, ഒരു ക്ലാസ്സും കൂടി ആയതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല നിഷ. സന്ധ്യകളിൽ ലിനക്സിൽ ഞാൻ എന്തോ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാ. എടാ ഈ 3 പേരെ വെച്ചിട്ടൊക്കെ എങ്ങനെയാടാ പഠിപ്പിക്കുക? ശ്ശെ. മൂന്നാണെങ്കിലും നാലാണെങ്കിലും രണ്ടാണ്ട് കണക്കല്ലേ. മിണ്ടാണ്ടിരിക്കുന്നതിന്റെ അല്ലടാ, നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് എടുക്കണ്ടേ? നമുക്കൊരു എണ്ണം കാണുമ്പോൾ അല്ലേ ഒരു ഇത് തോന്നുള്ളൂ. ഇതിപ്പോ ആയക്കൂടി നിങ്ങൾ 3 പേരുണ്ട്. 6 പേരിൽ 3 പേരേ ഉള്ളൂ. 3 പേരില്ല. ഇപ്പൊ പകുതി പേരേ ഉള്ളൂ ക്ലാസ്സിൽ. എന്തായാലും കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് അയച്ചു കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ക്ലാസ് എടുക്കാം അല്ലേ? ഓക്കെ, കാരണം വന്ന നിങ്ങളുടെ സമയം കളയാൻ പാടില്ലല്ലോ. ആ PDF എൻമാപ്പ് യൂസ് ചെയ്യണം. നമ്മള് മറ്റേ കമ്പനിന്റെ റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ആണെങ്കിൽ എൻമാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ? എടാ എൻമാപ്പ് യൂസ് ചെയ്തേക്കരുത് കേട്ടോ. എൻമാപ്പ് നിങ്ങൾ യൂസ് ചെയ്തേക്കരുത്. എൻമാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കണോ മോനി? നമ്മളെ പോലത്തെ സാധാരണ ഹാക്കേഴ്സ് ഒന്നും അല്ല അവിടെ ഇരിക്കുക. വെച്ചാൽ എടാ എൻമാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അതായത് നമ്മളിപ്പോൾ ആ കമ്പനിയുടെ അനുവാദം ഇല്ലാതെ അവരെ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അതൊരു ഹാക്കിംഗ് ആയിട്ട് കണക്കാക്കപ്പെടും, എൻമാപ്പ് സ്കാനിങ് പോലും. അപ്പോൾ അതൊന്ന് വേണ്ട. അത് റൂൾസിൽ ഞാൻ കൊടുത്തിട്ടും ഉണ്ടല്ലോ, അത് ചെയ്യരുത്. എൻമാപ്പ് സ്കാനിങ് എടുത്ത് ഡയറക്റ്റ് ഉള്ള പരിപാടികളൊന്നും ചെയ്യരുത്, റിസ്ക് ആണ്. ഓക്കെ, അപ്പം ഇന്ന് തൊട്ട് ഇന്നത്തെ നമ്മുടെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിക്കാനും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒരു സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സുകളെ ഒരു സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെയോ ആപ്ലിക്കേഷൻസ് ഡിവൈസുകൾ ഇതിൻ്റെയൊക്കെ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാനും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും അതിനെ ഒന്ന് സ്ട്രക്ചർ ആക്കാനും ഓർഡർ ആക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതോടെ പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വൾണറബിലിറ്റി അസസ്മെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അറ്റാക്കേഴ്സ് നമ്മുടെ സെക്യൂരിറ്റിയിൽ ഒരു എറർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗേറ്റ് എന്ന് പറയാം, നമ്മുടെ സിസ്റ്റത്തിലേക്കോ നമ്മുടെ സെർവറിലേക്കോ നമ്മുടെ കമ്പനിയിലേക്കോ നുഴഞ്ഞു കയറാൻ ഒരു അറ്റാക്കർ അതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ അത് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വൾണറബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഒരു സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സെറ്റപ്പിന്റെ ഒരു വീക്ക്നെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൾണറബിലിറ്റിയുടെ ചില എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വീക്ക് ആയിട്ടുള്ള ഡീഫോൾട്ട് പാസ്വേഡുകൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, പിന്നെ മിസ്സിംഗ് സെക്യൂരിറ്റി പാച്ചസ്, ഓപ്പൺ അൺനെസസറി പോർട്സ് ആൻഡ് അൺഎൻക്രിപ്റ്റഡ് സർവീസസ്, മിസ്കോൺഫിഗേർഡ് ഫയർവാൾസ്. അതായത് വീക്ക് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വിൻഡോസ് 11 ഇറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും വിൻഡോസ് 7 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വൾണറബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് അൺനെസസറി പോർട്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എൻമാപ്പ് സ്കാൻ ചെയ്തേക്കുമ്പോൾ ഓപ്പൺ പോർട്ടുകളൊക്കെ കാണില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചില പോർട്ടുകൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് അത് അൺനെസസറി ആയിട്ടുള്ള പോർട്ടുകളൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്കേഴ്സിന് ചിലപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മിസ്കോൺഫിഗർഡ് ഫയർവാൾസ്, അത് ശരിയായിട്ട് ഫയർവാൾസ് ഒന്നും കോൺഫിഗർ ചെയ്യാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അതൊക്കെ ഒരു വൾണറബിലിറ്റി ആണ്. കാരണം ഫയർവാൾ എടാ അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ഇത്ര നേരമായിട്ട്. എന്റെ ചെറുക്ക ഒന്ന് പറയണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ്? ഏതോ ചെറിയ വന്ന് കേറിയിട്ടുണ്ടല്ലോ കുറച്ചിലായിട്ട്. ജനല് ആളേതോ ചെറിയ വന്ന് ഒത്തിരി കുറയോ ഇപ്പൊ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് എന്ത്? വൾണറബിലിറ്റി എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൾണറബിലിറ്റി അസസ്മെന്റും അതുപോലെ തന്നെ പെൻ ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ,
വൾണറബിലിറ്റി അസസ്മെന്റിൽ നമ്മൾ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പെൻ ടെസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്, നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പെൻ ടെസ്റ്റിംഗ് നമ്മൾ ഡീപ്പ് ടെസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൾണറബിലിറ്റി അസസ്മെന്റിൽ കൂടുതലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അതായത് മാനുവലായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുമെങ്കിൽ പോലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഏകദേശം എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. പക്ഷെ പെൻ ടെസ്റ്റിങ്ങിൽ എന്തായിരിക്കും, നമ്മൾ കംപ്ലീറ്റ് മാനുവൽ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇത് വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്തിരിക്കുന്ന ഒരു സെയിം മെത്തേഡുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ആക്ഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ മാനുവലായിട്ട് തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ പിന്നെ വൾണറബിലിറ്റി അസസ്മെന്റിൽ ഫിക്സസിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രയോറിറ്റൈസസ് ഫിക്സ് എന്തൊക്കെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യണമെന്ന് അതിനെ ഓർഡർ ആക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പെൻ ടെസ്റ്റിങ്ങിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി അത് നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഈ വൾണറബിലിറ്റിയിൽ ഈ പെൻ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളാണ് സംഭവിക്കാന്ന് അവർ കാണിച്ചു കൊടുക്കലാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഒരു വൾണറബിലിറ്റി അസസ്മെന്റിൽ ഉള്ള പ്രോസസ്സുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ് ഡിസ്കവറി, അതായത് അവിടെയുള്ള ടാർജറ്റുകളുടെ അവിടുത്തെ അസറ്റിന്റെ ഒരു ഓവർവ്യൂ എല്ലാം നോക്കി അതിനൊരു നമ്മൾ ഇന്നലെ റെക്കഗ്നൈസൻസി പറഞ്ഞായിരുന്നു, ഒരു അറ്റാക്ക് സർഫസ് എല്ലാം ഒന്ന് റെഡി ആക്കി എടുത്തിട്ട് പിന്നെ സ്കാൻ ടാർജറ്റ്, ഈ നമുക്ക് കിട്ടിയ ടാർജറ്റുകളെയൊക്കെ നമ്മൾ സ്കാൻ ചെയ്തും അതുപോലെ റെക്കഗ്നൈസൻസി ഒക്കെ പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് മൾട്ടികോ പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊന്ന് അതിൽ നിന്നൊരു ഒരു സ്കാൻ ചെയ്ത് അതിൻ്റെ മറ്റ് പോർട്ടുകളും കാര്യങ്ങളും വൾണറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. പിന്നെ ഐഡന്റിഫൈ വൾണറബിലിറ്റീസ്, പിന്നെ വാലിഡേറ്റ് ഫൈൻഡിങ്സ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ അല്ലെങ്കിൽ വൾണറബിലിറ്റീസിനൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്, ഏതൊക്കെയാണ് നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് റിസ്ക് പ്രയോറിറ്റൈസേഷൻ, അതായത് നമ്മൾ റിസ്ക് പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൾണറബിലിറ്റി അതിനെ എന്താ പറയുക കാര്യമാക്കി കാണണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സീരിയസ്നെസ്സും എല്ലാം നോക്കിയിട്ടാണ്. ഇപ്പം എന്താ പറയുക അതിൻ്റെ സീരിയസ്നെസ് കൂടുതലായിരിക്കും, പക്ഷെ അതിന് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ, അതൊരു നല്ലൊരു വൾണറബിലിറ്റിയാണ് പക്ഷെ അതിന് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ അത് റിസ്കിൽ പെടൂല, അത് താന്നു പോകും. എന്ന സമയത്ത് അതിൻ്റെ സീരിയസ്നെസ് കുറവാണ്, എന്നാൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണെങ്കിലോ അതേസമയത്ത് എന്ത് ചെയ്യും, അത് കൂടും, കാരണം ഇമ്പാക്റ്റ് വളരെ കൂടുതലാണല്ലോ. അങ്ങനെ റിസ്ക് പ്രയോറിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് റെമഡിയേഷൻ, അതായത് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കും. അതായത് ഇതിനുള്ള റെമഡിയേഷൻ, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫിക്സ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, റീടെസ്റ്റ്, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണി. അതായത് നമ്മൾ ആദ്യം അസറ്റ് ഡിസ്കവർ ചെയ്യുന്നു, ടാർജറ്റിനെ സ്കാൻ ചെയ്യുന്നു, വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുന്നു, റിസ്ക് ഫൈൻഡിങ്സിനെ വാലിഡേറ്റ് ചെയ്യുന്നു, റിസ്ക് പ്രയോറിറ്റൈസേഷൻ ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ഇത് തന്നെയാണ് നമ്മുടെ പണി. ഓക്കെ, ഇനി വൾണറബിലിറ്റി കൺസെപ്റ്റ്സിന്റെ കോർ വൾണറബിലിറ്റി കൺസെപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സാധനമാണ് ത്രെട്ട്. എന്താ, നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിക്കണം അവന്മാർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കുക, ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പുറത്ത് വാട്സപ്പിൽ പോയി PDF ഓൺ ആക്കിയിട്ട് പറയരുത്, അല്ലാതെ പറയണം. ത്രെട്ട് എന്താ? മുണ്ടൂല എന്തായാലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത്. ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതല്ലേ ത്രെട്ടോ? അത് ത്രെട്ടനിങ്, ഇത് ത്രെട്ട്, രണ്ട് രണ്ടാടാ. പിടിച്ചു വലിക്ക്, വരുമോ നോക്കാലോ. എടാ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ അസറ്റിനെ അല്ലെങ്കിൽ വീക്ക് പോയിന്റ്, അത് വൾണറബിലിറ്റി ആടാ. ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അസറ്റിനെ മോശമായിട്ട് ബാധിക്കുന്ന എന്തിനെ ത്രെട്ട് എന്ന് പറയും. അതൊരു മോശം എംപ്ലോയി ആയിക്കോട്ടെ, ഒരു ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, വൾണറബിലിറ്റീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹാക്കർ ആയിക്കോട്ടെ, ഒരു മാൽവെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മുടെ അസറ്റിനെ ബാധിക്കുന്ന എന്തൊരു സാധനത്തിനെ നമ്മൾ ത്രെട്ട് എന്നാണ് പറയുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആകാം, അത് നമ്മുടെ അസറ്റിനെ ബാധിക്കുന്ന എന്തിനേയും നമ്മൾ ത്രെട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വൾണറബിലിറ്റി എന്താ?
ഒരു സെർവറിന്റെ വീക്ക് പോയിന്റ്. ഓക്കെ, ഒരു സെർവറിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ വീക്ക് പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു പേരാണ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പ്ലോയിറ്റോ, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്പ്ലോയിറ്റേഷൻ, ഒരു സിസ്റ്റത്തെ നശിപ്പിക്കുക. നശിപ്പിക്കാന്നല്ല, വൾണറബിലിറ്റി യൂസ് ചെയ്യുക എന്നാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും. അതായത് നമ്മളൊരു വൾണറബിലിറ്റി ഫൈൻഡ് ചെയ്തു, ആ വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾണറബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എക്സ്പ്ലോയിറ്റേഷൻ. അത് കഴിഞ്ഞ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട്. എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പ്രത്യേക കമാൻഡിനെ അല്ലെങ്കിൽ ആ ഒരു കോഡിനെ റൺ ചെയ്ത് സിസ്റ്റത്തിന്റെ ആക്സസ് എടുക്കുന്നു, ഇതാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. വൾണറബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ കയറുന്നതിന് പറഞ്ഞ പേരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. തിയറി ഒന്നും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല, ഇരുന്ന് പഠിച്ചോണം കേട്ടോ. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് വെച്ചാൽ ഒരു OS ആ അല്ലെങ്കിൽ സർവർ? മെറ്റാസ്പ്ലോയിറ്റ് ഉണ്ട്, മെറ്റാസ്പ്ലോയിറ്റബിളും ഉണ്ട്. മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇതാണ്, ടൂളാണ്. നമ്മൾ ഈ എന്താ പറയുക, പെൻ ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറ്റാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അത് റാപ്പിഡ് 7 എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ട്, റാപ്പിഡ് 7. റാപ്പിഡ് 7ന്റെ ഒരു എക്സ്പ്ലോയിറ്റിംഗ് ടൂളാണ് മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഓക്കെ, അവരുടെ തന്നെ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ആ ഒരേ സിമിലർ പേര് വന്നിരിക്കുന്നത്. ഇനി മെറ്റാസ്പ്ലോയിറ്റബിൾ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ആർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമല്ല, അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അത്. അത് ഓൾറെഡി അത് ഉണ്ടാക്കിയതിന്റെ ഇന്റൻഷൻ തന്നെ എന്താ? അത് വൾണറബിൾ ആണ്. നമ്മളെ പോലെയുള്ളവർക്ക് അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ, ഒരു ലിനക്സ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിനക്സ് സിസ്റ്റമാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതാണ് ആ പേരിന്റെ സിമിലാരിറ്റിക്കും കാരണം. കാരണം രണ്ട് റാപ്പിഡ് 7 തന്നെയാണ്. അല്ലാതെ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റബിൾ കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? വൾണറബിലിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് Nmap-ലോട്ട് കയറാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് റൂട്ട് യൂസറിന്റെ ഒരു സംഭവം, എടാ യൂസറിനെ ആഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നല്ലോ. ഞാൻ ഇന്ന് ചുമ്മാ ഇരുന്ന് മറ്റേ മെറ്റാസ്പ്ലോയിറ്റബിൾ ആക്കി ഒന്ന് ചെയ്ത് നോക്കി. യൂസറിനെ ആഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സുഡോ ആഡ് USR ഇങ്ങനെയല്ലേ? ആഡ് യൂസർ എന്ന് കൊടുത്തിട്ട് യൂസറിന്റെ പേര് കൊടുത്താൽ മതി. ഇപ്പൊ അലൻ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൻ എന്ന് പറഞ്ഞിട്ടൊരു യൂസർ ക്രിയേറ്റ് ആവും. ഇനി എനിക്കുള്ള പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അലൻ തന്നെ കൊടുക്കാം. എന്താ ഞാൻ പാസ്വേഡ് അടിക്കുന്നത് തെറ്റാണോ? ഫുൾ നെയിം ഓക്കെ, ഇത്രേ ഉള്ളൂ. ലിസ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഇല്ല അല്ലേ? ഇത്ര ഉള്ള യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇനി വേണമെങ്കിൽ ഇത് ചെയ്ത് കാണിക്കാം. ലോഗ് ഔട്ട് ചെയ്തിട്ട് സ്വിച്ച് യൂസർ കൊടുക്കാം. അങ്ങനെ കൊടുക്കണ്ടല്ലോ, മറ്റേ റൂട്ട് പോയിട്ട് ആടന്ന് CD അടിച്ചു എല്ലാ അടിച്ചു കാണില്ല. നിങ്ങക്ക് മാനുവലി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട്. അതെ, അലൻ ഞാൻ അലനിലോട്ട് കയറുന്നുണ്ട് യൂസറായിട്ട്. ഇതാണ് എൻ്റെ പുതിയ യൂസറായിട്ടുള്ളത്, അലൻ ഓൾട്രിക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതവിടെ പോയി. യൂസർ ആഡ് എന്ന കമാൻഡ് ഉണ്ടല്ലോ. ആഡ് യൂസർ അല്ലാണ്ട് യൂസർ ആഡ് എന്ന കമാൻഡ് ഉണ്ടല്ലോ. യൂസർ ആഡോ? ആഡ് യൂസർ അല്ലേ? അല്ലല്ല, അങ്ങനെയുണ്ട്. ഒന്ന് അടിച്ചു യൂസർ ആഡ്. ആ, എന്താ മിന്നുന്നേ? എടാ ചുമ്മാ ഒരു പാട്ട് പാടിയതാടാ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നത്. നമ്മൾ എൻമാപ്പ് പഠിക്കാനല്ല വന്നേ. അപ്പോൾ എൻമാപ്പ് ഇതാണ് എന്താ എൻമാപ്പ് ഹെൽത്ത്. ഓക്കെ, എടാ എൻമാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി യൂസുകളുണ്ട്. നമുക്കിത് പോർട്ട് സ്കാൻ ചെയ്യാൻ, സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ, വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒത്തിരി ഉപയോഗമുള്ള ഒരു ടൂളാണ് എൻമാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. ഇതൊരു നല്ലൊരു ടൂളാണ്. ഈ എൻമാപ്പിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പോർട്ട് സ്കാനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ UDP അല്ലെങ്കിൽ TCP, നമ്മളിപ്പോൾ ഒരു പോർട്ട് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ TCP സ്കാനാണ് ചെയ്യുന്നതെങ്കിൽ, അല്ല, നമ്മൾ സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഒരു റിക്വസ്റ്റിൻ്റെ പാക്കറ്റ് നമ്മൾ അയക്കുന്ന സെർവറിൻ്റെ പോർട്ടിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ ആ പോർട്ടിൽ ആ ഒരു പാക്കറ്റ് എത്തിയെങ്കിൽ, ഇപ്പോൾ TCP ആണെങ്കിൽ അവിടെ ആ പോർട്ട് സ്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റ് തിരിച്ചിവിടെ എത്തും. തിരിച്ചെത്തിയിട്ട് പറയും ഇവിടെ ഇങ്ങനൊരു പാക്കറ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെ പറയും അതെ ഈ പോർട്ട് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ പോർട്ട് എൻമാപ്പിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എൻമാപ്പ് യൂസ് ചെയ്യുമ്പം ഒരു സംഭവം കാണാൻ പറ്റും. അതിപ്പം നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുകയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു 3-4 സംഭവങ്ങളുണ്ട്. നമ്മൾ എൻമാപ്പ് പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഒരു 3 സാധനങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ഓപ്പൺ, ക്ലോസ്ഡ്, ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞിട്ടൊരു 3 സാധനങ്ങളുണ്ട്. ഓക്കെ, ഓപ്പൺ എന്നാ കാണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പോർട്ട് ഓപ്പൺ ആണ്. ക്ലോസ്ഡ് എന്നാ കാണിക്കുന്നെങ്കിൽ എന്താണ്? ആ പോർട്ട് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഫിൽറ്റേർഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു ഫയർവാൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആ ഒരു പോർട്ട് ഫിൽറ്റേർഡ് എന്നാ കാണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ അങ്ങനെ ഒരു പോർട്ട് ഉണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് കാണിക്കുകയല്ല. അതിനുവേണ്ടി അതുകൊണ്ടാണ് അവരവിടെ ഫയർവാൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫയർവാൾ യൂസ് ചെയ്യുമ്പോഴാണ് ഫിൽറ്റേർഡ് എന്ന് കാണിക്കുന്നത്. പിന്നെ നമുക്കത് കാണണമെങ്കിൽ നമ്മൾ ഫയർവാൾ ബ്രേക്ക് ചെയ്തൊക്കെ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഓപ്പണും ക്ലോസും ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സംഭവം. നിങ്ങൾ മിക്കപ്പോഴും ഫിൽറ്റേർഡ് എന്നൊക്കെ ചിലപ്പോൾ കാണും ചില പോർട്ടുകളൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇതാണ് എൻമാപ്പിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ. ഇതാണ് എൻമാപ്പിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എൻമാപ്പിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ചു തരാനാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഞാൻ 1-2 കമാൻഡ് പറഞ്ഞു തരാം. നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കമാൻഡ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ വെറുതെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇടാനാണെങ്കിൽ ഒരു കമാൻഡ് ഉണ്ട്, ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. ഇപ്പോൾ ടച്ച് അലൻ ഡോട്ട് വേണ്ട, സൻഷിത് .txt തൊട്ട് എനിക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരണം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൻഷിത് .txt എന്ന് പറഞ്ഞൊരു ഫയൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വേണേൽ ക്യാറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്യാറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ക്യാറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡ് ചെയ്യാൻ. അത് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ക്യാറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ല. ഫോൾഡർ റീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ക്യാറ്റ് കമാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫോൾഡർ വായിക്കാൻ. ഇപ്പൊ സൺഷിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺകാറ്റിനേഷൻ രണ്ട് ഫോൾഡർ തമ്മിൽ എന്തോ അങ്ങനെന്തോ ക്യാറ്റ് റീഡ് ചെയ്യാൻ പിന്നെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യല്ലോ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. പ്രിന്റ് ചെയ്യാനോ എടുക്കത്തില്ല ക്യാറ്റ് പ്രിന്റ് ചെയ്യാൻ. എടാ ഇല്ല, തേവയില്ല പൊക്കോ. എടാ ക്യാറ്റ് പ്രിന്റ് ചെയ്യല്ല ആക്ച്വലി ചെയ്യുന്നത്. ക്യാറ്റ് ആക്ച്വലി ചെയ്യുന്നത് എന്താ? നമ്മൾ റീഡ് ചെയ്യുമ്പം അത് നമ്മുടെ ടെർമിനൽ തന്നെ കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് അല്ലാതെ റീഡ് ചെയ്യാൻ ഇതിപ്പോ അല്ലാണ്ട് നീ എങ്ങനെയാ റീഡ് ചെയ്യുന്നേ? അതായത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടി ഇല്ലേ? അതാണ് ക്യാറ്റ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആണല്ലോ. അല്ലാണ്ട് അതിനുള്ളിൽ നമ്മൾ എങ്ങനെയാ കാണുന്നേ? അതിനെ വേണേ പ്രിന്റിംഗ് എന്നും പറയാം. ആ ഫയൽ ഉള്ളിലുള്ള സാധനം പ്രിന്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആക്ച്വലി ഇപ്പൊ ആ ഫയൽ നമുക്ക് അങ്ങനെയാണല്ലോ റീഡ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ സബൽ സൺഷിത്
സബൽ എന്താ? എടാ നാനോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാനോ അല്ല യൂസ് ചെയ്യുന്നത്. എനിക്ക് നാനോ എന്തോ ഒരു 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 വഴങ്ങാത്ത പോലെ, ഒരു സുഖമില്ലാത്ത പോലെ തോന്നുന്നത്. സബൽ എന്താ സംഭവം? നാനോ ബെസ്റ്റ് ആണോ? എടാ അത് കംഫർട്ട് അനുസരിച്ച് യൂസ് ചെയ്തോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സബലാണ്. അത് സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ. നിഷാൻ മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. സൻഷിതേ, നിന്നെ മിക്കവാറും പിടിക്കും കേട്ടോ നിരഞ്ജന ശ്രീറാമും കൂടി. നിന്നെ പറ്റി എപ്പോഴും എന്നോട് ചോദിക്കുന്നേ. പിന്നെ പഠിക്കണ്ടേ? ഓക്കെ, ഇപ്പൊ ഞാന് ഇവിടെ കേറിയിട്ട് ഞാൻ എന്തെങ്കിലും ഡാറ്റ കൊടുക്കാം. സൻഷിത് സെറ്റ് ഫിഷർ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ, ഇനി ഒന്നുകൂടി ക്യാറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, സൻഷിത് സെറ്റ് ഫിഷർ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇത്ര ഉള്ളു ക്യാറ്റിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഓക്കെ ക്യാറ്റ്. അപ്പൊ ഈ ടച്ച് എന്തിനാന്ന് മനസ്സിലായോ? അതായത് വെറുതെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിടാൻ, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഡാറ്റ കയറ്റി ഇട്ടാൽ മതി. ടച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഫയൽസ് ഒക്കെ വെറുതെ ക്രിയേറ്റ് ചെയ്തിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ, ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ച് എൻമാപ്പിലോട്ട് തന്നെ വരാം. ഓക്കെ, എൻമാപ്പിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അതായത് നമുക്കൊരു ടാർഗറ്റിനെ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ നെറ്റ്വർക്കിലോട്ട് കയറണം. ഓക്കെ, അല്ല, അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഒരു നെറ്റ്വർക്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതായത് ഞാനിപ്പോൾ ഒരു നെറ്റ്വർക്കിനുള്ളിൽ കയറിയെന്ന് വിചാരിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു അറ്റാക്കിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ അവരുടെ നെറ്റ്വർക്കിനുള്ളിൽ കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടിയാണ് നമ്മൾ വൈഫൈ ക്രാക്കിംഗ് പഠിക്കുന്നത്. എന്തിനാ? ആക്ച്വലി നമുക്കൊരു അറ്റാക്ക് കയറണമെങ്കിൽ ആ അറ്റാക്കിന്റെ നെറ്റ്വർക്കിൽ നമുക്ക് കടന്നു കയറാൻ വേണ്ടിയാണ് നമ്മൾ വൈഫൈ ക്രാക്കിംഗ് ഒക്കെ പഠിക്കുന്നത്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് വൈഫൈ യൂസ് ചെയ്യാൻ വേണ്ടി അല്ല. ആക്ച്വലി നമ്മുടെ ഇന്റൻഷൻ അതല്ല. നമ്മൾ വൈഫൈ ക്രാക്കിംഗ് പഠിക്കുന്നത് നമുക്ക് ആ നെറ്റ്വർക്കിനുള്ളിൽ എൻ്റർ ആവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ നെറ്റ്വർക്കിനുള്ളിൽ എൻ്റർ ആയി. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മുടെ IP അഡ്രസ്സ്, നിലവിലെ നമ്മുടെ IP അഡ്രസ്സ് ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ IP അഡ്രസ്സ് ചെക്ക് ചെയ്യാനുള്ള കമാൻഡ് എന്താ? നിങ്ങൾ കമാൻഡ് പറ, ഞാൻ ടൈപ്പ് ചെയ്യാം. നിഷാൻ പറയണ്ട. പിങ് ആണോ നമ്മുടെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനം? നിഷാൻ പറയണ്ട, നിഷാൻ പറയരുത്. സൻഷിത് അല്ലെങ്കിൽ അനുഗ്രഹം പറയട്ടെ. നമ്മുടെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട്, ഇഫ് കോൺഫിഗ്. അപ്പൊ ഇത് പറഞ്ഞ അനുഗ്രഹല്ലേ? അപ്പൊ അടുത്ത സൻഷിതേ. ഓക്കെ, ഇഫ് കോൺഫിഗ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്റെ IP അഡ്രസ്സ് ഏതാ സൻഷിതേ? ഓക്കെ, അതും ഒരു കമാൻഡ് തന്നെയാണ്. ഇവിടെ എന്റെ IP അഡ്രസ്സ് ഏതാ? സൻഷിത, എന്റെ IP അഡ്രസ്സ് ഏതാന്ന്? ഓക്കെ, സൻഷിത് അവന്റെ മൈക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. എടാ, ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനിപ്പോ എന്റെ IP അഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കമാൻഡ്. നമ്മൾ ഒരു നെറ്റ്വർക്കിനുള്ളിൽ എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയും ആ ഒരു ടാർഗറ്റിന്റെ വലുപ്പം അറിയാൻ വേണ്ടിയും പിന്നെ അതായത് നമ്മുടെ ഈ നെറ്റ്വർക്കിൽ എത്രയൊക്കെ സിസ്റ്റങ്ങൾ കണക്റ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് സുഡോ എൻമാപ്പ് എന്ന് നിർബന്ധമില്ല, വെറും എൻമാപ്പ് അടിച്ചാൽ മതി. പക്ഷേ സുഡോ അടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകും. ഒരു അഡ്മിൻ പ്രിവിലേജ് ഉള്ളതുകൊണ്ട്. അപ്പൊ സുഡോ എൻമാപ്പ് -SN അടിക്കുക. -Sന്റെ അർത്ഥം എന്താണ്? സബ്നെറ്റ് സ്കാനിങ് ആണ് -SN കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നെറ്റ്വർക്കിനെ പല നെറ്റ്വർക്കായിട്ട് ഒരു വിഘടിക്കുന്ന ഒരു സംഭവമാണ് സബ്നെറ്റിങ്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള മറ്റ് നെറ്റ്വർക്കുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. എന്നിട്ട് ലാസ്റ്റ് /24 കൂടി ഇടണം കേട്ടോ.
24 ഇട്ടിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ റിസൾട്ട് വരട്ടെ. അപ്പോൾ നമുക്കറിയാം എത്രമാത്രം നെറ്റ്വർക്ക് അല്ലെങ്കിൽ എത്ര ഡിവൈസുകളിലൂടെ കണക്റ്റഡ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 എടാ അത് നമ്മുടെ അതൊരു സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞത് ഈ /24 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സംഭവം കണ്ട, നെറ്റ് മാസ്ക് കണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ പറയുക, അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് ജസ്റ്റ് ഓടിച്ച് വിട്ട ഒരു സാധനം പോലെ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് ആർക്കും കത്തിയിട്ട് പോലും ഉണ്ടാവില്ല. അത് ഈ ഒരു സാധനത്തെയാണ് അത് /24 ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അത് നെറ്റ് മാസ്കിൻ്റെ ഒരു സംഭവം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അത് വിട്ടുപോയി. എനിക്കൊന്ന് റെഫർ ചെയ്യാതെ അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതില്ല. അത് ഇച്ചിരി കണക്ക് പോലത്തെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ ഇത്രയും IP അഡ്രസ്സുകളുണ്ട്. അതിൻ്റെ ഒക്കെ MAC അഡ്രസ്സുകളും വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിന് MAC അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ IP അഡ്രസ്സുകളും കിട്ടിയിട്ടുണ്ട്. ഇതിൽ എൻ്റെ ഡിവൈസ് ഏതാ? എൻ്റെ ഡിവൈസ് ഇത് ഈ ലാസ്റ്റ് കാണുന്നതാണ് എൻ്റെ ഡിവൈസ്. 1.8 അല്ലേ? ഒന്ന് കൺഫേം ചെയ്തേക്കാം. അതെ, 1.8 ആണ് എൻ്റെ ഡിവൈസ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയി കിടക്കുന്ന മറ്റു നെറ്റ്വർക്കുകളാണ്. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചയമില്ലാതെ നമ്മൾ ഇതിനകത്ത് കയറുന്നെങ്കിൽ ഓരോ IP അഡ്രസ്സ് സ്കാൻ ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ടാർഗറ്റിനെ കണ്ടെത്താൻ. അപ്പം ഇതിലിപ്പോൾ എൻ്റെ മറ്റേ എന്താ പറയുക, മറ്റേ പേരെന്തായിരുന്നു, മെറ്റാസ്പ്ലോയിറ്റബിൾ. അപ്പം മെറ്റാസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് ഇതാണെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു കമാൻഡ് കൂടെ അടിച്ചു നോക്കട്ടെ. sudo nmap -sv -st എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് -o. ഈ ഒരു കമാൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ മാക്സിമം ഈ കമാൻഡ് യൂസ് ചെയ്ത് IP അഡ്രസ്സുകൾ സ്കാൻ ചെയ്ത് തുടങ്ങിയാൽ മതി, തുടക്ക കാലഘട്ടത്തിലൊക്കെ. ഇവിടെ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ -sv എന്ന് പറഞ്ഞാൽ സിസ്റ്റം വെർഷൻ, അതായത് അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ സിസ്റ്റം വെർഷൻ അല്ല, സർവീസിന്റെ വെർഷൻ. അവിടെ പോർട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ഈ പോർട്ടുകൾക്കൊക്കെ ഓരോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ സർവീസ് ഉണ്ടാവും, അതായത് ഓരോ പോർട്ട് നമ്പറിന് ഓരോ സർവീസ് ഉണ്ടല്ലോ. അവിടെ ഏത് വെർഷൻ സർവീസ് ആണ് റൺ ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് -sv അടിക്കുന്നത്. അപ്പോൾ ഏത് വെർഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി എക്സ്പ്ലോയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാം. അല്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായാലും അതിന്റെ വെർഷൻ ഏതാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ -sv അടിക്കുന്നത്. -st എന്തിനാണെന്ന് വെച്ചാൽ TCP സ്കാൻ ചെയ്യാനാണ്. ഓക്കെ, സർവീസിൽ TCP സ്കാൻ ചെയ്യാനാണ്. -o ക്യാപിറ്റൽ O ആണിത്. -o എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഈ IP അഡ്രസ് മാത്രമല്ലേ നമ്മുടെ അടുത്തുള്ളൂ. ഇത് എന്താണ് ഇതിനുള്ളിൽ എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ് ഏതാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. എൻ്റർ അടിക്കാം. കമാൻഡ് എന്തോ എററുണ്ട്, എന്താണ് നോക്കട്ടെ. സീ ദ മെയിൻ പേജ്. കമാൻഡിൽ എന്തോ തെറ്റുണ്ട്. sudo nmap -sv കിട്ടി. sv v ക്യാപിറ്റൽ കൊടുക്കണം. v ഞാൻ സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ലോഡ് ആവട്ടെ. ഇച്ചിരി ടൈം എടുക്കും സ്കാനായി വരാൻ. വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞത് ഇതൊരു വൾണറബിൾ മെഷീനാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും പോർട്ട് ഓപ്പൺ ആയി കിടക്കുന്നത്. റിയൽ ലൈഫിൽ ഇത്രയും പോർട്ട് ഒന്ന് ഓപ്പൺ ആയിരിക്കും ഒരിക്കലും വിചാരിക്കരുത്, ആയിരിക്കേയില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോർട്ടാണ്, ക്ലോസ്ഡ് ആയിട്ട് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ OS ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. OS ഏതാണ്? ലിനക്സ് 2.6.0 അല്ല 9 അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഈ OSന്റെ ഇത് ഏതാണെന്ന് വെച്ചാൽ യുണിക്സ് ലിനക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യുണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിനക്സിന്റെ പണ്ടത്തെ ഒരു വെർഷന് പറഞ്ഞ പേരാട്ടോ യുണിക്സിൽ നിന്നാണ് അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുള്ള സാധനമാണ് ലിനക്സ്. അപ്പോൾ ഇവിടെ ഇതേ ഇത്രയും പോർട്ടുകൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലെ മിക്ക പോർട്ടുകളും നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിക്കാം. അപ്പം
എൻമാപ്പ് ഉപയോഗിച്ച് ഒരു ഡിവൈസിനെ സ്കാൻ ചെയ്യേണ്ട ഒരു ബേസിക് സ്കാൻ കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഏത് സുഡോ എൻമാപ്പ് -SV-ST ടാർജറ്റ് IP കൊടുക്കുക -O. ഇതാണ് ഒരു ബേസിക് കമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് കമാൻഡുകളും കൂടി ഉണ്ട്. ഞാൻ ഏതൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. -P പോർട്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പോർട്ടും നമ്മളിവിടെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര സ്കാനും 977 പോർട്ട് സ്കാനോ, എന്നിട്ടോടെ 1000 പോർട്ട് സ്കാൻ ആയിട്ടില്ലല്ലോ. യൂഷ്വലി നമ്മളൊരു പോർട്ട് സ്കാൻ ചെയ്യാമെന്ന് വിചാരിക്കുക എൻമാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. ആദ്യത്തെ 1000 പോർട്ടേ അത് സ്കാൻ ചെയ്യുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 977 പോർട്ട് ക്ലോസ്ഡ് കാണിച്ചിരിക്കുന്നത് 1000ത്തെ ഉദ്ദേശിച്ചാണ്. പിന്നെന്താ ഇങ്ങനെയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. യൂഷ്വലി നമ്മളൊരു എൻമാപ്പ് ഉപയോഗിച്ച ഒരു സ്കാൻ, ചിലപ്പോൾ അത് ഈ ഒരു OSന്റെ പ്രത്യേകത ആയിരിക്കും. യൂഷ്വലി നമ്മളൊരു സിസ്റ്റത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, എൻമാപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1000 പോർട്ടുകളെ അത് സ്കാൻ ചെയ്യുള്ളൂ. അതിന് മേലേക്കുള്ളത് വലിയ നമുക്കങ്ങനെ ഒരു കാര്യമില്ലാത്തതാണ്. അപ്പം അത് സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഏത് പോർട്ടാണ്. നമുക്ക് ഈ സ്കാനിങ് നമുക്ക് 2 രീതിയിൽ സ്കാൻ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പോർട്ട് സ്കാൻ എന്ന് പറയുന്ന സാധനം 2 രീതിയിൽ ചെയ്യാൻ പറ്റുമേ. IP അഡ്രസ് കോപ്പി ചെയ്തിട്ട് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഇത് കണ്ടോ, ഈ 500 ഇവിടെ ഏതാ ഉള്ളത്. ഓക്കെ, ഈ 139 അല്ല സാമ്പ നോക്കാം. സാമ്പ 445. എനിക്ക് ഈ എല്ലാ പോർട്ടും ഒന്നും വേണ്ട. ഞാനിവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നിരിക്കുന്നത് 445ാമത്തെ പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, -P അടിച്ചിട്ട് 445 കൊടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അവിടെ ഒറ്റ പോർട്ടേ സ്കാൻ ആയിട്ടുള്ളൂ. എന്നിട്ട് പറയാണ് 445 ഓപ്പൺ ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പം 440 ചുമ്മാ കൊടുക്കുക, 447 എൻ്റെ പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതെ അങ്ങനെ പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 447ാമത്തെ പോർട്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്പെസിഫൈഡ് പോർട്ട് മാത്രം സ്കാൻ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് -P എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അതിപ്പോൾ -P 445 കൊടുക്കാം. അതുപോലെ തന്നെ വേറെ ഏതാ പോർട്ട്, 21 22. ഇത് തെറ്റാണോ എന്നൊരു സംശയം, നോക്കട്ടെ. ഉം 445 മാത്രമേ സ്കാൻ ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളിത് -P അടിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു 3 പോർട്ടിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ 3 പോർട്ട് മാത്രമായിട്ട് സ്കാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട പോർട്ടുകൾ മാത്രം സ്കാൻ ചെയ്യണ എന്താ വേണ്ടേ, സുഡോ എൻമാപ്പ് IP ടാർജറ്റ് ID കൊടുക്കുക, -P കൊടുത്തിട്ട് നമുക്ക് വേണ്ട പോർട്ടുകൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് തരും. ഇനി അതല്ല, ഈ നമുക്കറിയാം പോർട്ടിന്റെ മാക്സിമം എണ്ണം എന്ന് പറയുന്നത് 6000-65,000 പോർട്ടുകൾ കണ്ടോ ഇല്ലേ. അത് മൊത്തം സ്കാൻ ചെയ്യണമെന്നാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ -P ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു മൈനസും കൂടി കൊടുത്താൽ 6000 സംതിങ് അല്ലെങ്കിൽ 65,000 സംതിങ് ആ മുഴുവൻ പോർട്ടും ഇത് സ്കാൻ ചെയ്ത് തരും. 58,780 പോർട്ടും അത് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 58,780 പോർട്ട് അല്ല 6000 സംതിങ് പോർട്ടുകൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. പോർട്ട് നമ്പർ എന്തൊക്കെയോ ഇങ്ങനെ അതെ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഓപ്പൺ ആണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ പോർട്ടുകളും 6000 സംതിങ് പോർട്ടുകൾ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ അടിക്കേണ്ട കമാൻഡ് എന്താ, -P കഴിഞ്ഞിട്ട് ഒരു മൈനസും കൂടി കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് പോർട്ട് സ്കാൻ ചെയ്യുന്ന ഒരു 2 ടൈപ്പ്. ഒന്നെങ്കിൽ നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള പോർട്ട് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ 65,000 സംതിങ് പോർട്ടുകൾ നമുക്ക് സ്കാൻ ചെയ്യാം. പിന്നത്തെ ഒരു സാധനമാണ് അഗ്രസീവ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ ഉണ്ട്. അതായത് ഈ സെയിം സാധനം തന്നെ -A റിസൾട്ട് എന്താണെന്ന് വെയിറ്റ് ചെയ്യാം. അഗ്രസീവ് സ്കാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ OS ഡിറ്റക്ഷനും ഓപ്പൺ പോർട്സും കാര്യങ്ങളും പിന്നെ കുറച്ച് സ്ക്രിപ്റ്റ് ഉണ്ട്, എൻമാപ്പ് സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഒന്ന് ഡീഫോൾട്ടായിട്ട്
ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അഗ്രസീവായിട്ട് സ്കാൻ ചെയ്യുന്നൊരു സംഭവമാണ് -A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. -Aയുടെ റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഇച്ചിരി ടൈം എടുക്കും. നിങ്ങൾക്കിന്ന് അതെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു AJPയോ അതെന്താ എന്താ ഉദ്ദേശിച്ചേ? ഇത് ചില സ്ക്രിപ്റ്റുകൾ എൻമാപ്പ് സ്ക്രിപ്റ്റുകൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഫയൽ നെയിമോ മനസ്സിലായില്ല. ഇത് കുറച്ച് അഗ്രസീവ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില പോർട്ടുകൾ അതിൻ്റെ ചില കാര്യങ്ങൾ എല്ലാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ് ആണ് അഗ്രസീവ് സ്കാനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അഗ്രസീവ് സ്കാനിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എൻമാപ്പ് സ്ക്രിപ്റ്റ് റൺ ചെയ്തുകൊണ്ടുള്ള ഒരു സ്കാനാണ്. ഇനി എൻമാപ്പ് സ്ക്രിപ്റ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, സ്ക്രിപ്റ്റ് വൾണറബിലിറ്റി. ഇതാണ് നമ്മൾ വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് എൻമാപ്പ് സ്ക്രിപ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് സെയിം കമാൻഡ് എടുക്കുന്നു, എന്നിട്ട് സ്ക്രിപ്റ്റ് ഈ ഒരു കമാൻഡ് സെയിം സ്ക്രിപ്റ്റ് സ്കാൻ തന്നെയാണ്, വൾണറബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമാൻഡാന്ന് മാത്രം. ഈ AJP എന്താ നീ ഉദ്ദേശിച്ചതെന്ന് മൈക്കോൺ ആക്കിയിട്ട് പറയാം. എനിക്ക് മനസ്സിലായില്ല ഫയൽ നെയിം എന്താ നീ ഉദ്ദേശിച്ചത്. ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റ് സ്കാൻ ആയതുകൊണ്ട്. മറ്റേ പോർട്ട് ഓപ്പൺ അല്ലാതെ പോർട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അതെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്? ഗേറ്റ് ഉണ്ടായാലല്ലേ നമുക്ക് ഗേറ്റ് അത് പൂട്ടി ഇട്ടിട്ടാണെങ്കിൽ അല്ല, അങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പോർട്ട് ഓപ്പൺ അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കുള്ള എടാ അതല്ലേ പറഞ്ഞ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കുള്ള അവൈലബിലിറ്റിനെ യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ വേറൊരു സംഭവമാണ് ഈ മാൽവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ശരിക്കും? മാൽവെയർ ഒക്കെ എന്തിനാ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നത്? നമ്മൾ ആ മാൽവെയർ എങ്ങനെയും അവരുടെ സിസ്റ്റം നമുക്ക് അവരുടെ പോർട്ട് ഒന്നും ഓപ്പൺ ആയി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാൽവെയർ അങ്ങോട്ട് ഉണ്ടാക്കി അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആ മാൽവെയറിനോട് പറയും ഇന്ന പോർട്ടുകൾ ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഇന്ന ഫയൽസ് ഇങ്ങനെ അയച്ചു തരാൻ പറയും. അതാണ് മാൽവെയർ ചെയ്യുന്നത്. പോർട്ടൊക്കെ ഓപ്പൺ ആക്കി ഇടാൻ വേണ്ടി നമ്മൾ മാൽവെയർ ഈ പെൻഡ്രൈവിലൊക്കെ കുത്തി കയറ്റി കൊടുത്തു വിടുന്നത്. നല്ല ടൈം എടുക്കുന്നല്ലോ. മറ്റേ റജാസ്പ്ലോയിറ്റിലൊക്കെ വൾണറബിലിറ്റി സ്കാനിങ്ങിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന കമാൻഡ് ഇതാണ്. എൻമാപ്പ് സ്ക്രിപ്റ്റ് വൾണറാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മ ഒലിക്കുവാടാ, എന്തൊരു ചൂടാണോ. പിന്നെ CVSS CVEയും അതും കൂടി തിയറിക്കകത്ത് പറഞ്ഞു തരാമല്ലേ. ശരി ടൈം എടുക്കും. അവന്മാര് നാളെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തൊക്കെ എടുക്കാം. നിങ്ങൾക്ക് മാൾട്ടിഗോ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ എടുത്തു തരണം ഞാൻ വിചാരിച്ചതാണേ. ഒരാഴ്ച മുമ്പും കൂടി ഇരുന്ന് ഞാൻ മാൾട്ടിഗോ എല്ലാം റെഡി ആക്കിയെടുത്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതും കൂടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ മാൾട്ടിഗോ എന്ന് പറഞ്ഞൊരു ടൂള് ഓപ്പൺ ആവുന്നില്ല എൻ്റെ സിസ്റ്റത്തിൽ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ആർക്കെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഈ മോളിൽ മാൾട്ടിഗോ എന്ന് അടിച്ചാൽ മതി. ഇല്ലേ മാൾട്ടിഗോ എന്നാണ്, മാൾട്ടിഗോ അല്ല മാൾട്ടേഗോ. കണ്ടോ, എനിക്ക് ഓപ്പൺ ആവുന്നില്ല അങ്ങനെ ഒരു സാധനം. പെൻഡ്രൈവിൽ എങ്ങനെ മാൽവെയർ ആഡ് ചെയ്യണമെന്നോ അതൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ നീ പഠിച്ചോളും. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക, അതല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഈ ഒരു കോഴ്സിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. എടാ മാൽവെയർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളുണ്ട്. കാരണം അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം നമ്മളത് മാൽവെയറിന്റെ കോഡിൽ നമ്മളത് കൊടുത്തിട്ടുണ്ടാവും. ഇത് ആ സിസ്റ്റത്തിൽ കയറുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാ പറയാം, മാൽവെയർ പെൻഡ്രൈവ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. നമുക്കത് മാൽവെയർ ഒരു ആപ്പിന്റെ രൂപത്തിലും കൊടുക്കാം. എന്നിട്ട് ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മാൽവെയർ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം മുഴുവൻ സ്പ്രെഡ് ആവും. അല്ലെങ്കിൽ പെൻഡ്രൈവിലാണ് കൊടുക്കുന്നെങ്കിൽ DM ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ശ്യാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേക്ക്. സ്കാൻ വരൂലേ ഇത് എനിക്കേടാ, ഇത് നല്ല ടൈം എടുക്കൂടാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും. ഇതിനകത്തായോണ്ട് വെറും എൻമാപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ ടൈം കാണാൻ പറ്റാത്തത്. അത് കൺട്രോൾ അല്ലല്ലോ, ടാബ് ആണോ?
ആ 19 മിനിറ്റ് എടുക്കും. എസ്റ്റിമേറ്റഡ് ടൈം എബൌട്ട് 99.7. നോക്കാം. 99.76% എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പം അത് ഞാൻ ക്യാൻസൽ ചെയ്യണോ നോക്കാം, എന്തെങ്കിലും ആയാലോ. ഡൺ. ഓക്കെ, ഇത് നല്ല ടൈം എടുക്കും. ഞാൻ റജാസ്പ്ലോയിറ്റിനകത്താണെങ്കിൽ ഈ സാധനം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടൈമറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചറിയാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ ബോറടിച്ച് ചത്തുപോകും. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് ആ ഒരു ബഗ്ഗും കിടപ്പുണ്ട്. അതിനകത്ത് ടൈമർ ഇങ്ങനെ വന്നോ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. എങ്ങനെയായാലും ഇതൊക്കെ ബോറടിയാ. ഈ മാൾട്ടിഗോ എന്ന് പറഞ്ഞ ടൂള് പ്രീമിയം വെർഷനും ഉണ്ട്, കമ്മ്യൂണിറ്റി എഡീഷനും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എഡീഷൻ ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു അറ്റാക്ക് ഒക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഈ എന്താ പറയുക, സിനിമയിലൊക്കെ കാണുകയല്ലേ വലിയൊരു ബോർഡിനകത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി കുറേ ക്ലൂ എല്ലാം വെച്ചിട്ട് വരച്ച് ചരടൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ കേസ് അന്വേഷിക്കുന്നേ. ആ ഒരു സെയിം സംഭവം തന്നെയാണ് മാൾട്ടിഗോയും. ഒരു വലിയൊരു ക്യാൻവാസ് ഉണ്ടാവും. ആ ക്യാൻവാസിനകത്ത് നമുക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക, ചാർട്ട് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നാൽ അതേസമയം അതിനകത്ത് നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ നമ്പർ വഴി സ്കാൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് FBI ഒരു കേസ് ഫയൽ എനിക്ക് കിട്ടിയത്. ലാസ്റ്റ് FBI ഒരു കേസ് ഫയൽ, ഇപ്പോഴത്തെ ഒന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസ് ഫയൽ എനിക്ക് കിട്ടി. ഓക്കെ, ഇതാണ് വൾണറബിലിറ്റി സ്കാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അത്യാവശ്യം കുനാന്നുള്ള എന്തൊരു സാധനമാണിത്. ഇവിടെ CSS ഇഞ്ചക്ഷൻ ഉണ്ട്. അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആണെന്ന് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് വൾണറബിൾ. അതായത് ഇവിടെ CSS ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഇവിടെ പോസിബിൾ ആണ്. അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. സ്റ്റേറ്റ് അറിയാം വൾണറബിൾ, അതായത് അങ്ങനെ ഒരു അറ്റാക്ക് ഇവിടെ പോസിബിൾ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, പോസ്റ്റ് SQL ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ഇൻസഫിഷ്യൻറ്റ് ഗ്രൂപ്പ് സ്ട്രെങ്ത് സ്റ്റേറ്റ് വൾണറബിൾ, അങ്ങനെ കുറേ ഉണ്ട്. ഈ സാധനം പിന്നെ കംപ്ലീറ്റും വൾണറബിൾ ആയിരിക്കും, കാരണം ഇത് അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ. ഇതുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ? CVE 2014 അല്ല 2007 67 750 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. CVE എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ CVSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CVSS ഇപ്പം നമ്മൾ കുറച്ചും വേണ്ട CVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVSS അവിടെ കോമൺ വൾണറബിലിറ്റി സ്കോറിംഗ് സിസ്റ്റം ആണ് CVSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, CVSS എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുക, ആ വൾണറബിലിറ്റിയുടെ ഇമ്പാക്റ്റ് എന്തോരെയാണെന്നും അതിൻ്റെ സെവരിറ്റി, അതായത് അതിൻ്റെ സെവരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇതെന്തോരെയാണെന്നൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന അതിന് പറയുന്നൊരു പേരാണ് CVSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ സ്കോർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 0.0 ആണെങ്കിൽ അതിൻ്റെ സെവേരിറ്റി എന്താ, ഒരു സിവിയറിറ്റി ഇല്ല, അത് വൾണറബിലിറ്റി ആയിട്ട് പോലും കണക്കാക്കൂല. 0.12 3.9 ആണെങ്കിൽ അതൊരു ലോ സെവേരിറ്റിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 4.02 6.9 ആണെങ്കിൽ അതൊരു മീഡിയം സെവേരിറ്റി, അത് ഇച്ചിരി നമ്മളൊന്ന് പരിഗണിക്കേണ്ട സാധനമാണ്. 7.02 8.9 ആണെങ്കിൽ ഹൈ, അതായത് നമ്മൾ അത് പരിഹരിച്ചേ തീരൂ. 9.02 10 ആണെങ്കിൽ എന്താണ്, ക്രിട്ടിക്കലാണ്, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ CVSS സ്കോർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ആ വൾണറബിലിറ്റിയുടെ സെവേരിറ്റി എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും പിന്നെ വേറൊരു സാധനമുണ്ട്, ആ വാക്ക് എൻ്റെ വായിൽ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സീരിയസ്നെസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സെവേരിറ്റി എന്തോരാണെന്ന് നമ്മൾ നോക്കണം. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഹൈ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സെവേരിറ്റിയുടെ ഒരു സ്കോർ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അല്ലെങ്കിൽ അവർ അതിനെടുക്കുന്ന സീരിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു സ്കോറിംഗ് സിസ്റ്റമാണ് CVSS എന്ന് പറഞ്ഞ ഒരു സ്കോറിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വൾണറബിലിറ്റി നമ്മൾ ഈ CVSS വെച്ചിട്ട് പരിഗണിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സിവിയറിറ്റിയുടെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന വൾണറബിലിറ്റിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. ഓക്കെ,
അപ്പം CVSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല, അത് കോമൺ വൾണറബിലിറ്റി സ്കോറിംഗ് സിസ്റ്റം. അടുത്തൊരു സാധനമാണ് CVE, അതായത് കോമൺ വൾണറബിലിറ്റീസ് ആൻഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓരോരുത്തരും ഓരോ വൾണറബിലിറ്റി കണ്ടുപിടിക്കുമല്ലോ. ഈ വൾണറബിലിറ്റീനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പം അതിന് ഒരു പേരും നമ്മൾ ഡിഫൈൻ ചെയ്യും. കാരണം ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, ഈ കണ്ട വൾണറബിലിറ്റി എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു നെയിമിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ അതിനെ നെയിം ചെയ്യും. അതായത് അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന വർഷവും അതിനുവേണ്ടിയുള്ള ഒരു CVE ഒരു കോഡ്, ഒരു നമ്പറും കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഈ കാണുന്ന CVE 2021 പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ പോയാ എവിടെ 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 CVE ഓക്കെ. ഈ ഒരു വൾണറബിലിറ്റി നോക്കിക്കേ, ഇത് 2014 കണ്ടുപിടിച്ചൊരു വൾണറബിലിറ്റി ആണ്. അങ്ങനെ CVE അതിന്റെ വർഷവും അതിനുവേണ്ടി ഒരു യുണീക്ക് കോഡും കൊടുത്തിട്ട് നമ്മൾ ആ CVE കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വൾണറബിലിറ്റിയെ പറ്റി നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണിക്കും, ഓക്കെ ഇത് CVE ഇന്ന വൾണറബിലിറ്റി ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൾണറബിലിറ്റി സിസ്റ്റത്തിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം നോക്കുക ഈ വൾണറബിലിറ്റീനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും അല്ലെങ്കിൽ പേലോഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യത്തില്ലേ. അപ്പോൾ അതാണ് ഈ CVE എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന്റെ ഉപകാരം. കോമൺ വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷേഴ്സിന്റെ ഉപകാരം എന്താണ്, നമുക്ക് ആ ഒരു CVE ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വൾണറബിലിറ്റീസ് എന്തായാലും അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പേലോഡ്സും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതുവഴി അറ്റാക്ക് ചെയ്ത് കയറാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോടാ? നമ്മൾ മറ്റേ വിൻഡോസിന്റെ അറ്റാക്കിലോട്ട് പോകുമ്പോൾ ഈ CVEയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും CVE എന്താ സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ ഈ വൾണറബിലിറ്റിയും CVEയും CVSS തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആക്ച്വൽ വീക്ക്നെസ്, അതായത് അവിടെയുള്ള ഒരു മിസ്റ്റേക്ക് എന്താണോ അതിനാണ് നമ്മൾ വൾണറബിലിറ്റി എന്ന് പറയാം. CVE എന്ന് പറഞ്ഞാൽ ദ യൂണീക്ക് ID നെയിം ഫോർ ദാറ്റ് വീക്ക്നെസ്, അതായത് ആ ഒരു അതിന്റെ ഒരു നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ CVE കോഡ് വെച്ചിട്ട് പേരോട് കണ്ടുപിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാണ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അതായത് നമ്മൾ അങ്ങനെയായിരിക്കും യൂഷ്വലി അറ്റാക്കുകൾ നടക്കുന്നത്. എടാ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വൾണറബിലിറ്റി കിട്ടിയാല്, അതായത് ഇപ്പൊ എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കണ്ടുപിടിച്ചു ഓട്ടോമാറ്റിക്കലി, അങ്ങനെ അല്ലാണ്ട് മാനുവലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. മാനുവലായിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കുക ചെയ്യേണ്ട അതിന്റെ CVE സ്കോർ കാര്യങ്ങളൊക്കെ. അതായത് ആ ഒരു വൾണറബിലിറ്റി എടാ അതിനൊരു അത് ഇപ്പൊ എങ്ങനെയാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ഒരു വൾണറബിലിറ്റി കിട്ടുമ്പോൾ ആ ഒരു വൾണറബിലിറ്റിയെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന വൾണറബിലിറ്റി ആണെന്ന്. ഇപ്പൊ പേലോഡ്, ഇപ്പൊ SQL ഇഞ്ചക്ഷൻ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അതെങ്ങനെയാണ് വർക്ക് ചെയ്തത് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അത് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ CVE ഇതൊരു ഇന്ന CVE വൾണറബിലിറ്റി ആണെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ വൾണറബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, CVE ഈ വൾണറബിലിറ്റിയുടെ പേലോഡ്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ പേലോഡ്സ് എന്തായാലും കിട്ടും. ഇപ്പൊ ഈ കാലി ലിനക്സിന്റെ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഇത് കണ്ടോ, എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ് ഉണ്ടോ, അല്ലെങ്കിൽ വൾണറബിലിറ്റി ഹബ്ബ് ഉണ്ടോ. ഇവിടെ എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. ഓക്കെ, ഒരു വെബ്സൈറ്റ് ലോഡ് ആവുന്നതാണ്. ഇവിടെ പോയിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടും, ആ ഒരു വൾണറബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ കുറെ വൾണറബിലിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ഇവിടെ എന്താ വിൻഡോസ് എന്തോ കണ്ടല്ലോ, മുഹമ്മദ് അഡ്രസ് എന്തോ വിൻഡോസ് എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം കണ്ടായിരുന്നു. നമുക്ക് വേണ്ട എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു ഡാറ്റാബേസ് ആണ് കാലി ലിനക്സിന്റെ. നമുക്ക് ഷെൽ കോഡ്സ്, പേലോഡ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഇല്ലാത്തത് മാത്രം നമ്മൾ പുറത്തു പോയി ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അറ്റാക്കിങ് കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിച്ചു തരാം ഓരോരോ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ്. ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചോ, കാലി ലിനക്സിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനൊന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. യൂഷ്വലി ഇങ്ങനെയല്ല ഈ സാധനം ഞാൻ എടുത്തിട്ടുള്ളത്. CVE ഒരു കോഡ് സെർച്ച് ചെയ്ത് നമുക്ക് നോക്കാതെ. നോ മാച്ചിങ് റെക്കോർഡ്സ് ഫൗണ്ട്. ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ മറ്റേ VSTPയുടെ ഒന്ന് നോക്കട്ടെ. ഇവിടെ 21ാമത്തെ പോർട്ടിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എവിടെ
ഈ ഒരു സാധനം ഒന്ന് ഇതിന്റെ വെർഷനാണ്. ഇതിന് പറ്റിയ വൾണറബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് പറ്റിയ 2 വൾണറബിലിറ്റി ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നു, ഇത് റൺ ചെയ്യുന്നു, എൽ ഹോസ്റ്റ് എൽ പോർട്ടും കൊടുക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു സാധനം കാണിച്ചു തരണോ? എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഈ VSTPയുടെ അടിച്ച് കയറുന്ന ഇങ്ങനെ ഒന്ന് കാണിച്ചു തരണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റിൽ ഒന്ന് അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് അതിൻ്റെ എൻമാപ്പ് സ്കാനിങ് തൊട്ടേ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഈ അതിനകത്ത് കയറാൻ ഭയങ്കര എളുപ്പമായി. VSTPD ഒന്നും അങ്ങനെ ആരും ഉപയോഗിക്കുകയൊന്നുമില്ല. പിന്നെ എനിക്ക് അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം ആയതുകൊണ്ടാട്ടോ. സുഡോ എൻമാപ്പ് ഇതല്ലായിരുന്നു അതിൻ്റെ IP അഡ്രസ്സ്. ഒന്ന് സ്കാനായി വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം സാധനം. വലിയ സമയമൊന്നും വേണ്ട, പട്ടയെന്ന് പറഞ്ഞതിനകത്തേക്ക് കയറാൻ പറ്റും. MySQL വെർഷൻ ഇത് കണ്ടോ? ഈ ഒരു വെർഷൻ സാധനങ്ങൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ വൾണറബിലിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് ഇതിപ്പം ഇതൊന്ന് കോപ്പി ചെയ്യാം. ഓ ഇതാണോ AJP 13? ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ എടാ, അപ്പം നമുക്കൊരു ഈ ഒരു സാധനം 2 രീതിയിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ല, ഇത് ടെർമിനലില് ഇവിടെ തന്നെ നമ്മൾ ആദ്യം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്താ പറയുക, സെർച്ച് സ്പ്ലോയിറ്റ് എന്നൊരു സംഭവമുണ്ട്. സെർച്ച് സ്പ്ലോയിറ്റ് ചെയ്യുക, അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പറയും അതിനൊരു സംഭവം പോസിബിൾ ആണെങ്കിൽ ഇവിടെ പറയും. നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ആയിരിക്കും അടുത്തത് അവിടെ ചെക്ക് ചെയ്യുക, നമ്മുടെ ഡാറ്റാബേസ് സെർച്ച് ചെയ്യണം. ഇവിടെയും നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വൾണറബിലിറ്റി ജസ്റ്റ് ഒന്ന് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പ്ലോയിറ്റ് ചോദിക്കുക. എക്സ്പ്ലോയിറ്റ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിൾ ആയി കിടക്കുന്ന പേലോഡ്സ് എവിടുന്നേലും ഒക്കെ കിട്ടും. കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ട കേട്ടോ. ഒരു സർവീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് നമുക്ക് അവൈലബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റിൽ ഇവിടെ സെർച്ച് എക്സ്പ്ലോയിറ്റ് എന്ന് കൊടുത്തിട്ട് അന്വേഷിച്ച് നോക്കുക. അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മറ്റേ ഡാറ്റാബേസിൽ പോവുക, എക്സ്പ്ലോയിറ്റ് DB പോവുക. അവിടെ പേലോഡ് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ്, അതൊരു എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വൈറസ് കോഡിന് പറയുന്ന പേരാണ് പേലോഡ്. അതായത് ആ സിസ്റ്റത്തെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷം കുത്തി വെക്കുന്ന സംഭവമാണ് പേലോഡ് എന്ന് പറയുന്നത്. പേലോഡ് അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലായി. നമുക്ക് അതിനകത്തേക്ക് കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡാണ് പേലോഡ് എന്ന് പറയുന്നത്, സെറ്റ് ഓഫ് കോഡ്. ഓക്കെ, അപ്പം ഇത് ഇവിടെയും പോയി നോക്കുക. ഇവിടെയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോർമലായിട്ട് ബ്രൗസർ സെർച്ച് ചെയ്യുക, ആ ഒരു വെർഷൻ കൊടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലോയിറ്റുകളോ പേലോഡുകളോ ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു വരും. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ ഈ സാധനം ഉണ്ട്. മെറ്റാസ്പ്ലോയിറ്റിൽ ഈ ഒരു VSTPയുടെ വൾണറബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ഓപ്പൺ ചെയ്യേണ്ടത്, മെറ്റാസ്പ്ലോയിറ്റ് ഓപ്പൺ ആക്കണം. അപ്പം നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് ഓപ്പൺ ആക്കാം. ഈ മെറ്റാസ്പ്ലോയിറ്റബിൾ നമുക്ക് 2 രീതിയിൽ ഓപ്പൺ ആക്കാം. ഒന്നെങ്കിൽ MSF കൺസോൾ എന്ന് വെറുതെ അടിച്ച് ഓപ്പൺ ആക്കാം. അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ, അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ MSF കൺസോൾ -Q എന്നടിച്ചിട്ടും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. -Q കാണുന്നുണ്ടോ? ഇതിനടുത്തുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ വെറുതെ MSF കൺസോൾ എന്ന് അടിക്കുവാണെങ്കിൽ എന്താ വരുന്നത്, ഇങ്ങനെ ഒരു വലിയ പടവും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത ശേഷമായിരിക്കും നമ്മുടെ ആ ഒരു സാധനം ഓപ്പൺ ആയി വരിക, നമുക്ക് കമാൻഡ് സെക്ഷൻ ഓപ്പൺ ആയി വരിക. അതേ സമയത്ത് MSF കൺസോൾ -Q എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതായിരിക്കും വരിക. ആ ഒരു പടം ഒന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, -Q അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ മെറ്റാസ്പ്ലോയിറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യണം. ആ ഒരു പേലോഡ് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ആ VSTPD സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് അതിനുള്ള പേലോഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, 2011 ഈ സാധനം ഡിസ്ക്ലോഷർ ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പേലോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ച അത് വന്നിരിക്കുന്ന ഏത് വർഷമാണ്, 2011. അതിൻ്റെ റാങ്ക് തന്നെ എക്സലൻ്റ് ആണ്. അതായത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എക്സലൻ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പേലോഡ് എന്താ, ഒരു ബാക്ക് ഡോർ കമാൻഡ് എക്സിക്യൂഷൻ ആണ്. നമ്മൾ ഈ ഒരു വൾണറബിലിറ്റി ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബാക്ക് ഡോർ കിട്ടും. അതായത് നമുക്കതിനകത്ത് റിമോട്ട് ആക്സസ് എടുക്കാം. അതാണ് റിമോട്ട് ആക്സസ് അല്ല, ഒരു ബാക്ക് ഡോർ. അതായത് നമുക്ക് അതിനകത്തുള്ളിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു വൾണറബിലിറ്റി ഉണ്ടെന്ന് കണ്ടു. നമുക്കിവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ ഉണ്ട്. ഇനിയും ഇത് നമുക്ക് യൂസ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട കേട്ടോ, നമ്മൾ എക്സ്പ്ലോയിറ്റേഷനിൽ ഇത് ഒന്നും കൂടിയൊക്കെ കാണിച്ചു തരും. അപ്പോൾ യൂസ് എടുക്കുക,
ഓക്കെ, ഇവിടെ യൂസ് 0 എന്നടിക്കുക. അതായത് യൂസ് 0 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇതിന്റെ നമ്പർ കണ്ടോ 0 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ യൂസ് 0 എന്ന് കൊടുത്തിരിക്കുന്നത്. യൂസ് 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആയി കഴിയുമ്പോൾ എന്തിനൊക്കെ എനിക്ക് അതിനകത്ത് ചില സാധനങ്ങൾ സെറ്റ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ പേയിലൂടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഞാനിത് ആർക്കാ അയക്കേണ്ടത് അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് ഇതിന്റെ റിസൾട്ട് വരേണ്ടതെന്നൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഷോ ഓപ്ഷൻസ് എന്നടിക്കണം. ഷോ ഓപ്ഷൻസ് അടിക്കുമ്പോൾ കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ ആകെ നോക്കേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ്. ആർ ഹോസ്റ്റ് നോക്കണം. എൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എൽ ഹോസ്റ്റ് എവിടെ? എൽ ഹോസ്റ്റ് നോക്കണം. ആർ ഹോസ്റ്റും എൽ ഹോസ്റ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ്. എൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ. ആർ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടല്ലേ കിടക്കുന്നത്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. എൽ ഹോസ്റ്റും ഇവിടെ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് എൽ ഹോസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. സംഭവം ഇത്രേ ഉള്ളൂ. സെറ്റ് മറ്റേ നമ്മൾ ഇന്നലെ റെക്കഗ്നൈസ് കേട്ടില്ല, അതുപോലെ തന്നെ സെറ്റ് എൽ ഹോസ്റ്റ്, എന്നിട്ട് നമ്മുടെ IP അഡ്രസ് കൊടുക്കണം. നമ്മുടെ IP അഡ്രസ് എന്തായിരുന്നു? നമ്മുടെ IP അഡ്രസ് ഇത് നാളെ എന്തായാലും അവർക്ക് ഒന്നുകൂടി എടുത്ത് കാണിച്ചു കൊടുക്കണം. പിന്നെ ഇതെന്താ ക്രാഷായി പോയി. എടാ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോടാ? എന്റെ ലിനക്സ് തിരിച്ചു വന്നു. ഇല്ലല്ലോ, ഇതെന്ത് പറ്റി? എനിക്ക് മോളോട്ട് താഴോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ബട്ടൺ ഒന്നും ക്ലിക്ക് ആവുന്നില്ല. ചുമ്മാ ഇവിടെ ഇഫ് കോൺഫിഗ് അടിച്ച് നോക്കട്ടെ, വല്ലതും വരുമോ? ഭാഗ്യം ഇവിടെ ഇഫ് കോൺഫിഗ് വന്നിട്ടുണ്ട്. എന്നാലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. സെറ്റ് എൽ ഹോസ്റ്റ് 192.168.1.8 ആണ് എൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റർ അടിക്കുന്നു. അപ്പോൾ അവിടെ എൽ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് എൽ പോർട്ട് സെറ്റ് ചെയ്യണം. ആർ ഹോസ്റ്റ് സെറ്റ് ചെയ്യണം. ആർ ഹോസ്റ്റ് എന്താ? നമ്മുടെ ശത്രു, അയാളുടെ IP അഡ്രസ് കൊടുക്കണം. ശത്രു അല്ല, ടാർഗറ്റ് IP അഡ്രസ് നമുക്കറിയാം. ഏതായിരുന്നു? 192.168.1.4 ആണ് നമ്മുടെ ടാർഗറ്റ്. അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി ഷോ ഓപ്ഷൻസ് കൊടുക്കാം. ഇത് മുകളിലോട്ട് പോയി കാണിക്കും. ഇവിടെ കണ്ട ആർ ഹോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ബ്ലാങ്ക് ആണ്, ഇപ്പോൾ സെറ്റ്. എൻ്റെ മൗസ് ഇവിടെ വർക്ക് ആവുന്നില്ല. ഇല്ല, ഞാൻ കാണിച്ച് തരായിരുന്നു. എന്താ പറ്റിയെന്ന് ആർക്കറിയാം. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ ആർ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, എൽ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നേ ഉള്ളൂ, അത് അങ്ങോട്ട് റൺ ചെയ്യുക. ഇപ്പം ആ പേലോഡ് സെറ്റ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേലോഡ് ആ IP അഡ്രസ്സിൽ കയറി റൺ ആവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു വൾണറബിലിറ്റി ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് പോർട്ട് യൂസ്ഡ് ബൈ ബാക്ക്ഡോർ ലിസണർ ബൈ ഓൾറെഡി ഓപ്പൺ. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലോസ് ചെയ്യാനൊന്നും നിവൃത്തിയില്ലല്ലോടാ. ഞാനേ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആ സാധനം ഒന്ന് റൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യാ? ഞാൻ മൗസ് ഇല്ലാണ്ട് ഞാനിത് എങ്ങനെ ക്ലോസ് ചെയ്യും? ഒന്നത് ഓഫ് ചെയ്തിട്ടുണ്ടേ. എൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണിത്. എൻ്റെ സിസ്റ്റം മിക്കപ്പോഴും ക്രാഷ് ആവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എൻ്റെ സിസ്റ്റത്തിന്. ഇനി റണ്ണായി വന്നാൽ ചെയ്ത് അത്ര ഒന്നും കൂടി ചെയ്യണം. മെനക്കേടാണല്ലോ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ഓപ്പൺ ആയി വരട്ടെ. എൻ്റെ ലിനക്സ് ആണെങ്കിൽ ബൂട്ടായി വരാനും ഒരു സമയം എടുക്കും. അത് അങ്ങനെ ഒരു കഷ്ടപ്പാട്. ഈ എൻമാപ്പ് എന്താണെന്ന് ക്ലിയർ ആയില്ല. എൻമാപ്പിൻ്റെ ബേസിക് സ്കാനും എൻമാപ്പ് എന്താണെന്ന് മനസ്സിലായി. CVSS മനസ്സിലായി. അപ്പോൾ വൾണറബിലിറ്റി അസസ്മെൻറ്റും എന്താണെന്ന് ക്ലിയർ ആയി. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്ന എക്സ്പ്ലോയിറ്റേഷനിലേക്കാണ് നാളെ തൊട്ട് എക്സ്പ്ലോയിറ്റേഷൻ കാരണം. നമ്മൾ ലേശം സ്പീഡാണോടാ? ഇല്ലല്ലേ, 1 മാസം ആയില്ലേ, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ.
ഞാൻ ഇത്രയും നേരം വന്ന സാധനം ഒന്ന് സ്പീഡിന് ഒന്ന് എടുത്തു പോട്ടെ, അല്ലെങ്കിൽ അത്രയും സമയം കൂടി പോകും. എന്താ ടൈപ്പ് ആവാത്ത സ്ക്രീൻ ഓഫ് ആണോ? VSTPD അല്ലായിരുന്നോ? അതിന്റെ പേരും മറന്നുപോയി. ഇനി Nmap ഒക്കെ ചെയ്തു വല്ല മെനക്കേടാണല്ലോ. ഇല്ലില്ല SQL ഇഞ്ചക്ഷൻ നടക്കുന്നത് വെബ്സൈറ്റുകളിലാടാ. അത് വേറെ. ഇത് SQL എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ വല്ലതും ചെയ്താൽ SQL ഇഞ്ചക്ഷൻ നടക്കുന്നത് വേറെയാണ്. യൂസ് 0 എന്നിട്ട് സെറ്റ് lhost lhost സോറി തെറ്റിപ്പോയി. 192.168.1.8 അല്ലേ നമ്മള് lhost കൊടുത്തു. ഇത് 4 ആക്കിയിട്ട് rhostum കൊടുത്തു. ഇനി ഒന്ന് ഷോ ഓപ്ഷൻസ് കൊടുത്തു നോക്കാവേ. ഷോ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ rhostum സെറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ lhostum സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് റൺ ചെയ്യണം. നേരത്തെ റൺ ചെയ്തപ്പോൾ എന്താ പറ്റിയേ? മറ്റേ ഇത് ഓൾറെഡി വർക്കിംഗ് ആണെന്ന് കാണിച്ചല്ലേ. The port used by the backdoor bind listen is already open. എന്താ? The service on port listen does not appear. Pkill port. നമുക്ക് വേറൊരു സംഭവം ചെയ്ത് നോക്കാം. സെറ്റ് എൽ പോർട്ട് ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. സെറ്റ് എൽ പോർട്ട് 555 port used by the backdoor bind listener is already open. Trying എന്താ? ഞാൻ ഇതൊന്ന് മെറ്റാസ്പ്ലോയിറ്റബിൾ ഒന്ന് റീബൂട്ട് ചെയ്ത് നോക്കട്ടെ. ഇതൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കട്ടെ. ആ ഒരു കണക്ഷൻ കളഞ്ഞ് നോക്കട്ടെ. നമ്മളിങ്ങനെ ക്രാക്ക് ചെയ്ത് വിചാരിക്കും. ആ സമയത്ത് ഇതിന്റെ അകത്ത് കാണിക്കുമോ? ഓപ്പൺ ചെയ്യുമ്പോ ഇല്ലില്ല, ഇതിനകത്തൊന്നും കാണിക്കല്ല. ഇത് ബാക്ക് ഡോർ അല്ലേ, അതായത് അതിനകത്ത് അങ്ങനെ ഒരു വൾണറബിലിറ്റി ഉണ്ട് അതിന്റെ കോഡിനകത്ത്. ആ ഒരു കോഡ് അവർ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആ കോഡ് വഴി ഉള്ളിൽ കയറുന്നേ ഉള്ളൂ, അല്ലാതെ ഇവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് മറ്റേ ഇത്
ഐസ് കാസ്റ്റ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും വിൻഡോസ് നമ്മൾ ഹാക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അതപ്പോൾ കാണിച്ചു തരാം അതെന്താ സംഭവം. അതായത് അവർക്കൊന്നും അറിയാൻ പറ്റൂല നമ്മൾ കയറിയിട്ടുണ്ടോ ഇല്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഒരിക്കലും അറിയാൻ പറ്റൂല നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇനി ഒന്ന് സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിയായി. മെറ്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മെറ്റർപ്രറ്റർ കിട്ടിയാലാണ് നമുക്ക് ആക്സസ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഷെല്ലിലാണ് കിടക്കുന്നത്. ലിസ്റ്റ് ചെയ്തപ്പോൾ ഇതേ അവിടെ കിടക്കുന്ന ഫയലുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഇതേ നമ്മുടെ RWX എല്ലാം കിടപ്പുണ്ട്. ഇത് ഫയലാണോ ഡയറക്ടറി ആണോ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താ ലാസ്റ്റ് മോഡിഫൈ ചെയ്തേക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി ഈ ഫയലൊക്കെ നമുക്ക് ഇപ്പുറത്ത് ചെന്ന് ഇവിടെ നോക്കാം, ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ CD ഈ സാധനം ഇവിടെ ഫയൽ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ റൂട്ടിലാണ് കയറിയേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വൾണറബിൾ എന്ന് പറഞ്ഞൊരു ഫയല് ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഈ വൾണറബിൾ എവിടെയാണ്? ഓക്കെ, ഇത് കണ്ടോ, നമ്മളിത് ഇവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മളിപ്പോൾ റൂട്ട് ഡയറക്ടറിയിലാണ് നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അതെ ബിന്ന് അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് സൂം ചെയ്യാനൊന്നും പറ്റൂല, തീരെ ചെറുതായിട്ടായിരിക്കും. ബിന്ന്, ബൂട്ട്, എക്സെട്ര, പോർക്ക്, PRC, SRV, യൂസർ, ഈ കാണുന്ന ഫയൽസ് ഒക്കെ തന്നെയാണ് ഇത് ഇവിടെ കാണുന്നത് കേട്ടോ. നമുക്കിവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. MKDR അലൻ എന്ന് പറഞ്ഞിട്ടൊരു ഫയല്, ക്രിയേറ്റിംഗ് ഡയറക്ടറി. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കൂടി ലിസ്റ്റ് ചെയ്ത് നോക്കാതെ. അലൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറി, യെസ്, ഫസ്റ്റ് ഡയറക്ടറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറി. അതായത് ഞാൻ വേറൊരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കയറിയിട്ട് അതിനകത്ത് എൻ്റെ പേരിലൊരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്കൊരു മാൽവെയറിനെ ഡയറക്റ്റ് അതിനകത്ത് ഇട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളിൽ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഹാക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ റൂട്ടിലാ കിടക്കുന്നേ. അതുകൊണ്ട് നോക്ക്, ഇപ്പൊ ഞാൻ കിടക്കുന്നത് റൂട്ട് ഡയറക്ടറിയിലാ. ഇപ്പൊ ഞാൻ ഓൾറെഡി സോറി, ഇത് റൂട്ട് ആക്സസ് അല്ല, റൂട്ട് ഡയറക്ടറി ആണ്. ഇനി പ്രിവിലേജ് എസ്കലേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. മെറ്റാസ്പ്ലോയിറ്റബിൾ അതിന്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് പഠിച്ച് മെറ്റാസ്പ്ലോയിറ്റബിളിന്റെ തലയിൽ നമ്മൾ റൂട്ട് ആക്സസ് എടുക്കുന്നത് കാണിച്ചു തരുന്നില്ല. നമ്മൾ ഐസ്കാസ്റ്റ് Windows 7 നോക്കിയ പ്രിവിലേജ് എസ്കലേഷൻ കാണിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് വലിയ കാര്യമില്ല റൂട്ട് ആക്സസ് എടുക്കുന്നതിൽ. പിന്നെ CTF കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രിവിലേജ് എസ്കലേഷൻ കുറച്ച് പാടാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ഉള്ള അറ്റാക്ക് മോഡൽ. നമ്മളെ നാളെ ഇത് അവരെല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇതൊന്നും കൂടി കാണിച്ചു തരും കാര്യങ്ങളൊക്കെ. നമ്മൾ മൊത്തത്തിൽ ചെയ്യാൻ പോകുന്ന ചില CTFകൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാടാ. നിങ്ങൾക്ക് ഇപ്പോഴൊന്നും അല്ല CTF. നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ തിയറിയും കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ടൂൾസ് ഒക്കെ നമ്മൾ പരിചയപ്പെടും. നമുക്കിനി ഏകദേശം ഒരു 20 ക്ലാസ്സിനടുത്ത് ഇനി മാക്സിമം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ മൊത്തം 9 ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ പകുതി മൊഡ്യൂൾ കഴിഞ്ഞു. ഇതേ നമ്മുടെ ഇന്നത്തെ മൊഡ്യൂള് 5ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു ശരിക്കും. നാളെ തൊട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റേഷനിലോട്ട് കയറാൻ പോകാം. നമുക്കിനി എക്സ്പ്ലോയിറ്റേഷന്, പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതിൻ്റെ ഒരു മൊഡ്യൂൾ തന്നെ. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഫണ്ടമെന്റൽസിലോട്ട് കയറുന്നു നാളെ. പിന്നെ അതായത് അവിടെ നമുക്ക് ഈ മെറ്റാസ്പ്ലോയിറ്റബിൾ നമ്മൾ ഹാക്ക് ചെയ്യും. നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കും ഞാൻ, കേട്ടല്ലോ, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. പിന്നെ നമ്മൾ വിൻഡോസ് ഐസ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ലാബ് ചെയ്യും. ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമ്മുടെ ട്രൈ ഹാക്ക് മീ കയറിയിട്ടൊരു ലാബാണ് ഐസ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ Windows 7 ഹാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡെമോ മോഡൽ ഒക്കെ പോലത്തെ ഒരു സംഭവമാണ് ഐസ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, ഈ ഒരു ലാബ് നമ്മൾ ചെയ്യിക്കും. പിന്നെ ഒറിജിനൽ Windows 7 നമ്മൾ ഹാക്ക് ചെയ്ത് പഠിപ്പിക്കും.
അത് ജസ്റ്റ് ഒരു വൾണറബിലിറ്റി യൂസ് ചെയ്യുക. നമ്മൾ രണ്ട് രീതിയിൽ പഠിപ്പിക്കും. ഒന്ന് വൾണറബിലിറ്റി യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യാനും, രണ്ടാമത് പേലോഡ് ഇട്ട് ഹാക്ക് ചെയ്യാനും. വ്യത്യാസം കണ്ടില്ലേ? ഒന്ന് നമ്മൾ അതിനകത്ത് വിൻഡോസ് ഓൾറെഡി ഒരു വൾണറബിലിറ്റി കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ, മെറ്റാസ്പ്ലോയിറ്റബിൾ ഹാക്ക് ചെയ്തത് പേലോഡ് ഇട്ടിട്ടല്ലല്ലോ, ഒരു വൾണറബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു, വൾണറബിലിറ്റി നമ്മൾ യൂസ് ചെയ്ത് കയറി. അതുപോലെ തന്നെ വിൻഡോസിന് ഒരു വൾണറബിലിറ്റി ഉണ്ട്, ആ വൾണറബിലിറ്റി യൂസ് ചെയ്ത് കയറാനും നമ്മൾ പഠിപ്പിക്കും. പിന്നെ എന്താ പറയുക, എന്താ പേര് വന്ന്, അതുപോലെ തന്നെ പേലോഡ് ഇട്ട് ആക്സസ് എടുക്കാനും പഠിപ്പിക്കും. പിന്നെയുള്ള ഒരു കാര്യം, നാളെ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റിന്റെ ക്ലാസ് ഉണ്ട്. കാരണം നമ്മൾ ബാഷ് സ്ക്രിപ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഓർത്തെ, ബാഷ് സ്ക്രിപ്റ്റിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. കാരണം ലിനക്സിന്റെ ടെർമിനലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എൻമാപ്പും കൂടി കഴിഞ്ഞിട്ട് ബാഷ് സ്ക്രിപ്റ്റ് എടുക്കാന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എൻമാപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ ബാഷ് സ്ക്രിപ്റ്റ് എടുക്കാം. ബാഷ് സ്ക്രിപ്റ്റ് ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കാരണം നിങ്ങളെ കൊണ്ട് നാളെ എല്ലാവരും കമ്പ്യൂട്ടർ എടുത്ത് അടുത്ത് പിടിച്ചോ, നമ്മൾ ബാഷ് സ്ക്രിപ്റ്റ് പഠിക്കണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിക്കണം. എൻ്റെ ഒപ്പം ഇരുന്ന് ടൈപ്പ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് നാളെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റാസ്പ്ലോയിറ്റബിളിലോട്ട് കയറാം. എന്നിട്ട് നാളെ കഴിഞ്ഞ് ഞായറാഴ്ചയല്ലേ, അപ്പോൾ നാളെ കഴിഞ്ഞ് വേണ്ട, നെക്സ്റ്റ് തിങ്കളാഴ്ച നമ്മൾ ഐസ് കാസ്റ്റ് വിൻഡോസ് 7 ചെയ്യും. ഓക്കെ, പിന്നെ റിവേഴ്സ് ഷെല്ല്, ബൈൻഡ് ഷെല്ല് ഒക്കെ ഒന്ന് കാണിച്ചു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിലോട്ട് പോകും. അതായത് വെബ്സൈറ്റ് ഹാക്കിങ്ങിലോട്ട്. വെബ്സൈറ്റ് ഹാക്കിങ് ചിലപ്പോൾ ഒരു 7 ദിവസമെങ്കിലും എടുക്കും മിനിമം. 7 ക്ലാസ്സോ 5 ക്ലാസ്സോ ഒക്കെ മിനിമം അതിനുവേണ്ടി പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫൈ പെൻ ടെസ്റ്റിങ്. വൈഫൈ പെൻ ടെസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ലാബുകളുണ്ട്. ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് അതായത് കുറച്ച് CTFകൾ നമുക്ക് ചെയ്യാനുണ്ട്. CTF എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ദ ഫ്ലാഗ്. നമ്മളൊരു സിസ്റ്റം ഹാക്ക് ചെയ്ത് കയറി പോയിട്ട് കുറച്ച് ഫ്ലാഗ് കണ്ടുപിടിക്കണം. അതിൽ ഒന്നാമത്തെ ഒരു സാധനമാണ് പിക്കിൾ റിക്കിൾ എന്ന് പറഞ്ഞിട്ട്. പിക്കിൾ റിക്ക് എന്ന് പറഞ്ഞിട്ടൊരു CTF ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്ത്. ഭയങ്കര എളുപ്പമുള്ളൊരു CTF. വലിയ കാര്യമുള്ള CTF ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ CTF. പിക്കിൾ റിക്കിൾ നമുക്ക് ചെയ്യണം. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു CTF നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളതാണ് മിസ്റ്റർ റോബോട്ട് സീരീസ് ഇല്ലേ, മിസ്റ്റർ റോബോട്ട് സീരീസ് പിന്നെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു CTF ആണിത്. മിസ്റ്റർ റോബോട്ട് CTF. ബാൻഡിറ്റ് നിങ്ങൾ ചെയ്യണം. ബാൻഡിറ്റ് വേറെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുക്കും, നിങ്ങൾ വന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യേണ്ട ചില ലാബുകളൊക്കെയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പം ഇടാൻ ചാൻസ് ഉണ്ട്. എക്സാമിന് മുമ്പായിട്ട് ഈ CTF നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിസ്റ്റർ റോബോട്ട്. ഇത് കഴിഞ്ഞിട്ടൊരു സാധനമാണ് ജോക്കർ എന്ന് പറഞ്ഞിട്ടൊരു CTF ഉണ്ട്. ജോക്കർ കാണിക്കാത്ത, ജോക്കർ എന്ന് പറഞ്ഞിട്ടൊരു CTF ഉണ്ട്. അത് നല്ല പാടാ. അങ്ങനെ ഒരു CTF കണ്ട് ഞാൻ ആ ജോക്കറിന്റെ CTF കാണിയൊന്നുമില്ല. എൻ്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ, ഈ CTFിനെ തന്നെ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തോളാനേ പറയുന്നുള്ളൂ. എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്ക് പറഞ്ഞു തരികയല്ല. എന്നിട്ടൊരു 3 ഫ്ലാഗും കണ്ടുപിടിച്ച് കൊടുക്കാൻ പറയുന്നത്. ഇത്രേ പറയുന്നുള്ളൂ. സാധാരണ CTFകളൊക്കെ എങ്ങനെയാണെന്നറിയോ, അത് കണ്ടുപിടിക്കുക, ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ചെയ്യ്, എന്നിട്ട് ഇത് ചെയ്യ്, എന്നിട്ട് അത് ചെയ്തുപോയിട്ട് കീ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയായിരിക്കും പറയാം. മിസ്റ്റർ റോബോട്ടിന്റെ അതൊന്നുമില്ല. 3 കീ ഏതാന്നേ ചോദിച്ചിട്ടുള്ളൂ. അത് ഏതാന്ന് എന്താന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഒക്കെ സ്വന്തം കണ്ടുപിടിച്ച് കൊടുത്തോണം. അതുകൊണ്ട് മിസ്റ്റർ റോബോട്ടൊക്കെ നല്ല ടഫായിട്ടുള്ള ഒരു സാധനം. ഈ മിസ്റ്റർ റോബോട്ടാണ് എൻ്റെ സിസ്റ്റർ റീബൂട്ടിലോട്ട് എന്നെ എത്തിച്ചത്. എന്നിട്ട് ഇവിടെ CTF നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരോ സാധനങ്ങളും. അല്ല, ഇതിനകത്തും അല്ല, വേറെ ഇതിനകത്താ. എന്താ ചോക്ലേറ്റ് ഫാക്ടറി ഞാൻ ചെയ്തായിരുന്നല്ലോ. ഇല്ലില്ല, അത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സെർവർ ഉണ്ട്. ആ സെർവറിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്ത് പോകുന്നത്. ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ VPN യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു VPN ഉണ്ട്. നമ്മൾ ഇവരുടെ ഒരു VPN ഡൗൺലോഡ് ചെയ്ത് കയറിയിട്ട് ആ VPN കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ സെർവറിലോട്ട് നമ്മുടെ ടെർമിനലിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ് VPN. ഇവർക്ക് ഒരു ടെർമിനൽ ഉണ്ട്, അറ്റാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ തന്നെ വരും. പക്ഷെ അത് ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാഗ് ആയിരിക്കും അത്. ഇത് ഇവിടെ നമുക്ക്
VPN ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഗൂഗിൾ മീറ്റ് നല്ല ഡൗൺലോഡ് നല്ല നെറ്റ് കിട്ടോ. എന്തോരത് ഇത് ഏതാണ് അറ്റാക്ക് ബോക്സ് കൊണ്ടൊരു സംഭവം. പിന്നെ ഓപ്പൺ VPN, നമുക്ക് VPN ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് നമുക്ക് VPN ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ആ VPN നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അതൊക്കെ കാണിച്ചു തരാം CTFലോട്ട് കയറുമ്പോൾ. അങ്ങനെ ചെയ്ത്. പിന്നെ എടാ ഒരു കുഴപ്പമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വൈഫൈ ഹാക്കിങ് കയറുമ്പോഴേ നിങ്ങൾ എങ്ങനെ വൈഫൈ ഹാക്കിങ് പഠിക്കും? നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ കുഴപ്പമില്ല. ബാക്കിയുള്ളവരാണ് എനിക്ക് അറിയത്തുള്ളത്. ഇത് കണ്ടോ എടാ, നിന്റെ അടുത്തുള്ള ഇതാണോ TP ലിങ്കിന്റെ ഇതാണോ? എടാ ഇതേ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതിനാണ് നമ്മൾ വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുക. ഈ ഒരു സാധനം വേണം നമുക്ക് എന്ത് ചെയ്യാൻ, വൈഫൈ അറ്റാക്കിങ് പഠിക്കാൻ. ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാന് ഫ്ലിപ്കാർട്ട്. എനിക്ക് 600 സംതിങ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നല്ലൊരു വൈഫൈ അഡാപ്റ്ററിന് എത്ര 7000 രൂപയെങ്ങാണ്ടോ. ഇതൊക്കെ ചാത്തന്നെ വിളിക്കും. ഇത് നമ്മൾ മാനുവലി ഇതിനെ ആക്കി എടുക്കുന്നതാ അല്ലേ? നീ അങ്ങനെ തന്നെയല്ലേ ചെയ്തേ? ആ ഈ സാധനമൊക്കെ വെറും ചാത്തനാണ്. ഇതൊക്കെ ഇതിന്റെ ആക്ച്വൽ യൂസ് എന്താണെന്നറിയോ? നമ്മൾ ഈ ഡെസ്ക്ടോപ്പുകളില്ലേ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ PC-യിലേക്ക് വൈഫൈ വലിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സാധനത്തിന്റെ ആക്ച്വൽ യൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലാതെ ഇതിനെ കൊണ്ട് വലിയ ഉപയോഗമില്ല. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ സാധനം മേടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇതിന്റെ ഡ്രൈവർ ക്ലീൻ ചെയ്ത് പുതിയ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കി ഇതിനെ ഒരു ഉഡായിപ്പ്, ഒരു ചാത്തനാക്കി എടുത്തിരിക്കുന്നതാണ് ഈ വൈഫൈ അഡാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കുള്ള വൈഫൈ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈഫൈ അഡാപ്റ്ററിന് 7000 രൂപയ്ക്ക് അടുത്ത് വരും ഒറിജിനൽ സാധനത്തിന്. നമുക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കുറച്ചുകൂടി തൽക്കാലം എഡ്യൂക്കേഷൻ പർപ്പസിനും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനാകുമ്പോൾ 10-600 രൂപയുള്ളൂ. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ട് ബ്രൂട്ട് ഫോഴ്സ് ഒക്കെ ചെയ്താൽ കുറച്ചൊക്കെ കിട്ടും, നമ്മളെ വലുതായിട്ടൊന്നും കിട്ടൂല. അത് ഇതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, അതാണ് ഇതിന്റെയൊക്കെ കുഴപ്പം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. 8:30 ഇന്നിപ്പോ വേറെ ഒന്നും പഠിക്കാനില്ലല്ലോ. നമ്മൾ എൻമാപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു അറ്റാക്ക്